നന്ദി ധനേഷ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1815 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ KP മധുസൂദന പണിക്കർ സാറാണ്. റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ, ഹോമിയോപ്പതി വകുപ്പ്, കേരള. ചീഫ് ഫിസിഷ്യൻ, SN ഹോമിയോ ആശുപത്രി, കാട്ടൂർ, കലവൂർ, ആലപ്പുഴ. പൊതുജന ബോധവൽക്കരണ ക്ലാസുകളും മെഡിക്കൽ ക്യാമ്പുകളും എല്ലാ ഞായറാഴ്ചകളിലും മുടങ്ങാതെ നടത്തുന്ന ലീഡർ. വിവിധ സംഘടനകളുടെ വേദികളിൽ ക്ലാസുകൾ എടുത്തിട്ടുള്ള പ്രമുഖനായ ഡോക്ടർക്ക് 42 വർഷത്തെ ചികിത്സാനുഭവങ്ങളാണുള്ളത്. കാഡ്മിയം ഗ്രൂപ്പ് മരുന്നുകളുടെ പഠനം എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ KP മധുസൂദന പണിക്കർ സാറിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിന് ആരംഭിക്കാം. സാർ വന്നിട്ടില്ലേ? ഉണ്ടല്ലോ, ഉണ്ട്. നേരത്തെ ജോയിൻ ചെയ്തു. സാർ അൺമ്യൂട്ട് ചെയ്തു സാറേ. ആ ആണോ? കേൾക്കാം സാർ. ഓക്കെ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഹലോ മനോജ്, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാമല്ലോ? കേൾക്കാം സാർ, എല്ലാം വ്യക്തമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇന്നത്തെ നമ്മളുടെ ക്ലാസ് സാധാരണ റെയർ മെഡിസിൻ പോലെ തന്നെ വളരെയേറെ ഇമ്പോർട്ടൻസും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങളിൽ നമ്മുടെ മയാസം കണ്ടുപിടിക്കാൻ നമുക്ക് സാധിച്ചാൽ ഏതാണ്ട് 90% വേറൊരു കോംപ്ലിമെന്ററി മെഡിസിൻ ഇല്ലാതെ സ്റ്റക്ക് ഓൺ ചെയ്യാനും നല്ല രീതിയിൽ പ്രൊഗ്നോസിസ് കൊടുക്കാനും പറ്റുന്ന, ഈവൻ ക്യാൻസർ ഇൻഡെക്സ് വരെ കുറക്കാൻ പറ്റുന്ന ഒരു സോൾട്ടാണ് കാഡ്മിയം. കാഡ്മിയത്തിന്റെ 10 കോമ്പിനേഷൻസ് ഉണ്ട്. അതിലൊരു 9 കോമ്പിനേഷൻസ് ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ്. എല്ലാം വളരെ വളരെ എഫക്റ്റീവ് മെഡിസിൻ. ഇതിനകത്തൊരു ഇമ്പോർട്ടൻസ് ഉള്ളത്, നമ്മുടെ ഇപ്പൊ ക്ലാസ്സുകളൊക്കെ നമ്മളിങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും പലപ്പോഴും നമുക്ക് കാണുന്ന ഒത്തിരി ഡോക്ടർമാർ അവിടെ കുറെ സിംറ്റംസ് ഇങ്ങനെ വെക്കുന്നു, അവര് ഒരു പ്രോട്ടോകോൾ ചോദിക്കുന്നു, അതനുസരിച്ച് അങ്ങ് താങ്ങുക. അല്ലാതെ ഇൻഡിവിജ്വലായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു വ്യഗ്രത കൂടി ISPH നിർദ്ദേശിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ നമ്മുടെ ഈ വർക്ക് വൃഥാവിലായി പോകും. കാര്യം വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാർ, അനുഭവ സമ്പത്തുള്ളവര് കൊടുക്കുന്ന പ്രോട്ടോകോളില് അവർ വ്യത്യാസം വരുത്തും. കാര്യം ആ മയാസം അല്ലെങ്കിൽ അവർ വ്യത്യാസം വരുത്തും. അപ്പൊ അതുപോലുള്ള എഫിഷ്യൻസി ഉള്ളവർക്ക് സിംഗിൾ മെഡിസിനിൽ എത്താനും ഒക്കെ വളരെ എളുപ്പം. അല്ലാതെ ഇപ്പൊ ജൂനിയേഴ്സും ഇത് കേൾക്കുന്ന സാധാരണയുള്ള മറ്റു ഡോക്ടർമാരും കുറെ കൂടെ ഹാർഡൻ്റായിട്ട് ശ്രദ്ധിക്കുക, ആ രീതിയിലുള്ള ഒരു സെൽഫ് സ്റ്റഡി ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ സമയം കണ്ടെത്തി നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഇപ്പൊ ഈ കാഡ്മിയം കോമ്പൗണ്ട് ഒരു നന്മ എന്ന് പറഞ്ഞാല്, നമ്മള് സിഫിലിസ് എന്ന് പറയുമ്പോൾ ആദ്യം മെർക്കുറി ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ ആണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ആന്റി സൈക്കോട്ടിക് എന്ന് പറയുമ്പോൾ, ആന്റി സോറിക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സൊറൈനോ അല്ലെങ്കിൽ തൂജയോ ഒക്കെ പോലെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്യാൻസർ മയാസമുള്ള ആളുകളിൽ ഏറ്റവും കൂടുതൽ സോറിനും സിബിലിനും മെർസോളും ഒക്കെ പോലെ തന്നെ എഫക്റ്റീവായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഫാക്ടറാണ് കാഡ്മിയം. ഇപ്പൊ ഈ കാഡ്മിയം സൾഫ് കാക്സിയം ഓക്സിഡേറ്റം എന്ന് പറയുന്നത് പാർഷ്യലി പ്രൂവ്ഡ് ആണെങ്കിലും അതിന് വളരെ ഡീപ് സീറ്റഡ് ആയിട്ടുള്ള വെൽ സീറ്റിംഗ് സിംറ്റംസ് ഉണ്ട് നമുക്ക്. ഈ കാഡ്മിയം സാധാരണഗതിയിൽ നമ്മളൊരു കേസ് എടുക്കുമ്പം സിബിലിറ്റിക് പ്രീവിയസ് ഹിസ്റ്ററി, അല്ലെങ്കിൽ ഗോണോകോക്കൽ ഹിസ്റ്ററി, അല്ലെങ്കിൽ കൊണോറിയൽ എക്സ്പോഷർ, ഇല്ലെങ്കിൽ ഹെറിഡിറ്ററി ക്യാൻസർ ഒക്കെ ഉള്ളതുപോലെ തന്നെ കാഡ്മിയത്തിന്റെ മയാസം പ്രൊഡോമിനേറ്റ് ചെയ്യുന്നത് ഇത് ആക്ച്വലി നമ്മളുടെ ഫുഡിലും നമ്മളുടെ അറ്റ്മോസ്ഫിയറിലും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലും എല്ലാത്തിലും ഈ കാഡ്മിയം പടർന്നു കിടക്കുകയാണ്. കാര്യം ഈ ഇൻഡസ്ട്രിയൽ പൊള്യൂഷൻ ഏറ്റവും വലിയ ഇൻഗ്രീഡിയന്റ് കാഡ്മിയം ഗ്രൂപ്പ് ഓഫ് മെറ്റൽസാണ്.
അപ്പൊ ഈ അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ കൊണ്ട് അത് ആ പുക വീഴുന്ന വെള്ളവും ആ എയറും അലൂമിനിയം പാത്രത്തിൽ കഴിക്കുന്നു. ഇപ്പൊ ക്യാൻസർ അലൂമിനിയം മീഡിയത്തിൽ കൂടുതൽ നാൾ ഫുഡ് കഴിച്ചുള്ളവരിൽ നമുക്ക് അൺഡൗട്ട്ഫുള്ളഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് കാഡ്മിയം ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ. ഇപ്പം ഒരു ഇൻവെസ്റ്റിഗേഷൻ പറയുന്നത് കാഡ്മിയത്തിന്റെ എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റ് ഇല്ലാത്ത ഫുഡ് നമുക്ക് പ്രത്യേകിച്ച് കേരളീയർക്കില്ലെന്നാ. മറ്റ് നാടുകളിലൊക്കെ ഒത്തിരി ജനവാസയോഗ്യം നമ്മളെ പോലെ ഇല്ലാത്തത് കൊണ്ട് കുറെ പൊല്യൂഷൻസ് ഒക്കെ അറ്റ്മോസ്ഫിയറിൽ ലയിച്ചു പോകും. ഇവിടെ കേരളം പോലുള്ള കൺജസ്റ്റീവ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഉള്ള സ്ഥലത്ത് എന്ത് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ വന്നാലും അത് ഇൻഡിവിജ്വലായിട്ട് വ്യക്തികളെ ബാധിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു ഗ്രിമേഴ്സ് എക്സ്പീരിയൻസ് പറയുന്നത് വാല്യൂ റെമഡിയേഷൻ ഹോമിയോപ്പതി അങ്ങനെ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പതോളജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആയതുകൊണ്ടാണ് നമ്മുടെ മെറ്റീരിയൽ മെഡിക്കയിൽ ഇത് ചേർത്തിരിക്കുന്നത്. കാഡ്മിയത്തിന്റെ പോയിസണിങ്ങിൽ കാഡ്മിയം ഗ്രൂപ്പ് ഒക്കെ ഇപ്പൊ അതുകൊണ്ടുള്ള ഒരു ഗാസ്ട്രൈറ്റിസ് ഉണ്ടായാൽ അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ് ഉണ്ടായാൽ അത് ക്യാൻസർ ആയി തീരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ്. അപ്പം അലൂമിനിയം പോയിസണിങ് ചെറിയൊരു കാര്യമാണെങ്കിലും അമോണിയം പോയിസണിങ് വന്നു കഴിഞ്ഞാൽ അത് ഇൻഡസ്ട്രിയൽ ക്യാൻസറിൽ എത്താൻ നമ്മുടെ അലൂമിനയുടെ ഒരു പതോളജി നോക്കിയാൽ തന്നെ ഇതറിയാം. നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ എക്സ്ക്രീഷൻസ് എല്ലാം അറസ്റ്റ് ചെയ്യുക, അൺവാണ്ടഡ് ആയിട്ടുള്ള സിംറ്റം ക്രിയേറ്റ് ചെയ്യുക, ആവശ്യമുള്ളവർക്ക് സ്ട്രെയിൻ വരിക, ഇറോഷൻ മ്യൂക്കസ് എംബ്രയിൽ വരിക, ക്യാൻസർ ജനസിസ് ഉണ്ടാകുക. അപ്പൊ അതുപോലുള്ള ഒരു പ്രോസസ്സാണ് ഈ കാഡ്മിയം മെറ്റല് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നത്. നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കാഡ്മിയത്തിനെ പഠിക്കാം. കാഡ്മിയം സൾഫ്, കാഡ്മിയം മെറ്റ്, കാഡ്മിയം അയഡൈഡ്, കാഡ്മിയം ആഴ്സ്, കാഡ്മിയം ഫോസ്, കാഡ്മിയം ഓക്സിഡേറ്റം, കാഡ്മിയം ബ്രൊമേറ്റം, കാഡ്മിയം ഫ്ലോറേറ്റം ആൻഡ് കാഡ്മിയം സെലനിക്കോസം ആൻഡ് ആസിഡ് കാഡ്മിയം മോർ. ഇത്രയും 10 കോമ്പിനേഷനാണ് പൊട്ടൻഡൈസ്ഡ് മെഡിസിനായിട്ട് നമുക്ക് കിട്ടും. അതിന്റെ ഒരു ഡിഫറൻഷിയേറ്റിംഗ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ബേസുള്ള ഒരു അറ്റ്മോസ്ഫറിൽ വരുന്ന ഒരു പേഷ്യന്റിന് ഗ്ലാൻഡുലാർ ആയാലും മ്യൂക്കസ് മെംബ്രയിലായാലും എപ്പിത്തീലിയത്തിലായാലും മൗത്തിലായാലും സെക്ഷൽ ഓർഗൻസിലായാലും ഡക്ട്ലെസിലും ഡക്ട് ക്ലാർക്കിലും എല്ലാം കാഡ്മിയം ബേസ്മെന്റ് ഉണ്ടെങ്കിൽ ഈ ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ നമുക്ക് ട്രൈ ചെയ്താൽ നല്ല ഗുണം കിട്ടും എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അതില് നമുക്ക് കാഡ്മിയം അസറ്റിക്, കാഡ്മിയം അസറ്റിക്കും കാഡ്മിയം സൾഫാണ് നമുക്ക് അറിയാവുന്നത്. അത് വളരെ വിപുലമായിട്ട് നമുക്ക് ഇതിന്റെ അവസാനം പഠിക്കാം. അപ്പൊ ആദ്യം നമുക്ക് അതിന്റെ ഡിഫറെന്റ് ഗ്രൂപ്പ് ചർച്ച ചെയ്യാമെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പൊ കാഡ്മിയം അസറ്റിക്കത്തില് അസറ്റിക് ആസിഡ് നമ്മൾ സാധാരണ കൊടുക്കുന്ന ആസിഡിറ്റി എന്താ? അസറ്റിക് ആസിഡിന്റെ അസിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗെറ്റ് റിലീഫ് ബൈ ടേക്കിംഗ് കോൾഡ് വാട്ടർ, കോൾഡ് ഫുഡ്, സോളിഡ് ഓർ ലിക്വിഡ്സ്. അപ്പൊ രാവിലെയുള്ള എംപ്റ്റി സ്റ്റൊമക്കിൽ അസിഡിറ്റി തുടങ്ങും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ അസിഡിറ്റി കൂടും. പക്ഷെ ഒരു ഗ്ലാസ് വെള്ളമോ ഒരു തണുത്ത പാലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലെ വെള്ളമോ കഴിച്ചു കഴിഞ്ഞാൽ കുറയും. അതാണ് അസറ്റിക് ആസിഡിന്റെ ഹൈപ്പർ അസിഡിറ്റി. അപ്പൊ ആ ഒരു സിംറ്റം ഉള്ള അസറ്റിക് ആസിഡ് ചില്ലി കോൾഡ് ആണെന്ന് വെച്ചാൽ ഫോസ്ഫറസിന്റെ ഫോളോ അപ്പിൽ വരുന്ന ഒരു മെഡിസിനാണ്. ഇപ്പൊ ക്യാൻസർ സ്റ്റൊമക്കിലും ക്യാൻസർ ഇൻഡസ്ട്രിയിലും ക്യാൻസർ ലിവറിലും അഡ്വാൻസ് സ്റ്റേജ് ഓഫ് ക്യാൻസറിൽ അസൈറ്റിസ് വരും. അപ്പൊ അസറ്റിക് ആസിഡിന്റെ അസൈറ്റിസ് എങ്ങനെയാ? എപ്പിസിനാണെങ്കിൽ തേഴ്സ്ലെസ് സ്കാൻഡി യൂറിൻ, ലെഫ്റ്റ് സൈഡിൽ വെച്ച് കിടക്കാൻ പറ്റത്തില്ല. അപ്പോസൈനത്തിനാണെങ്കിൽ തേസ്റ്റ് യൂറിനേഷൻ പ്രൊഫ്യൂസ് ആയിരിക്കും, പക്ഷെ തേസ്റ്റ് കാണത്തില്ല. മറ്റേ തേസ്റ്റും ഉണ്ടാകും, പ്രൊഫ്യൂസ് യൂറിനേഷനായിട്ട് ഇടിമ ഉണ്ടാകും അസറ്റിക് ആസിഡിൽ. ഇപ്പം ആ ഒരു ലിവർ സിറോസിസിലും ഇൻഡസ്ട്രിയൽ ക്യാൻസറിന്റെ പെരിറ്റോണിയൽ മെറ്റുണ്ടാകുമ്പോഴും ഒക്കെ അത് വന്നിട്ട് ആൽബമിനും ഒക്കെ കുറഞ്ഞ ഒരു ലാസ്റ്റ് സ്റ്റേജ് ഒരു 3-4 ടാപ്പിങ്ങും ഒക്കെ സെറ്റി കഴിഞ്ഞ് ആൽബമിനും ഒക്കെ കയറ്റി വരുന്ന ഒരു പേഷ്യന്റിന് നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി വൊമിറ്റിംഗ് ഉണ്ടെങ്കിൽ, ക്ഷീണം ഉണ്ടെങ്കിൽ, ആസിഡ് ഗ്രൂപ്പിന്റെ ക്ഷീണവും കാഡ്മിയത്തിന്റെ സർക്കംസ്റ്റൻസും. കാഡ്മിയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ബ്ലസ്റ്റ് കോയാഗുലേറ്റഡ് ബ്ലഡിന്റെ വൊമിറ്റിംഗ് ആയിരിക്കും. അതാണ് ബ്ലാക്ക് സ്റ്റാറി കോഫി ഗ്രൗണ്ട് വൊമിറ്റിംഗ് ആയിരിക്കും. അസിറ്റിക് ആസിഡിനും അങ്ങനെ ഒരു വൊമിറ്റിംഗ് ഉണ്ട്. പക്ഷെ ഗെറ്റ് റിലീഫ് ബൈ കോൾസ്. ആ കാഡ്മിയം സൾഫിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു സർക്കംസ്റ്റൻസസ് വരുന്ന ഒരു ക്യാൻസറിൽ വാം ഡ്രിങ്ക്സ് കൊണ്ട് റിലീഫ് കിട്ടുന്ന ബാക്കി എല്ലാ സിംറ്റംസും കറക്റ്റ് ആണെങ്കിൽ ഈ CA സ്റ്റൊമക്കിലും ഇൻഡസ്ട്രിയൽ ക്യാൻസറിലും ക്യാൻസർ പെയിനിലും അതിന്റെ ഒരു പ്രത്യേക ആഴ്സനിക്കിന്റെ പീരിയോഡിസിറ്റി വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. പാതിര കഴിയുമ്പോൾ വൊമിറ്റിംഗ് വരും. പലപ്പോഴും നമ്മൾ കാഡ്മിയത്തെ പറ്റി പഠിക്കാത്ത ആളുകളാണെങ്കിൽ നമ്മൾ ആഴ്സനിക്കിന്റെ ആ 2 മണി 12 മണി തൊട്ട് 2 മണി വരെയുള്ള ഭയങ്കരമായിട്ടുള്ള ഛർദില്, ആങ്സൈറ്റി, ആഴ്സനിക്കിന്റെ എല്ലാ വെപ്രാളവും കാണുമ്പോൾ ആഴ്സനിക്ക് നമ്മൾ മാത്രം കൊടുക്കും. പക്ഷെ ഒരു ടെമ്പററി റിലീഫേ കിട്ടത്തുള്ളൂ. അപ്പൊ ഈ പ്രീവിയസ് ഹിസ്റ്ററി വെച്ചിട്ട് അതിന്റെ പതോളജി മ്യൂക്കസ് റോഷൻ കൂടെ നമ്മൾ ശ്രദ്ധിച്ചൊരു കാഡ്മിയം ആഴ്സാണ് കൊടുക്കണമെങ്കിൽ ഭയങ്കരമായിട്ട് ട്രെമൻഡസ് റിലീഫ് കിട്ടും, ഒരു പെർമനന്റ് ക്യൂർ കിട്ടും. അതാണ് കാഡ്മിയം അസറ്റിക്കവും കാഡ്മിയം ആഴ്സും തമ്മിലുള്ള വ്യത്യാസം. കാഡ്മിയം ബേസ്മെന്റ് വേണം, സിംറ്റോമാറ്റിക്കലി വ്യത്യാസം വരണം. മറ്റേതിന് അസറ്റിക് ആസിഡിന്റെ സിംറ്റവും കാഡ്മിയം ആഴ്സിലെ ആഴ്സനിക്കിന്റെ സിംറ്റവും കമ്പൈൻ ചെയ്ത് വരുമ്പം നമ്മള് പലപ്പോഴും പഠിക്കുമ്പോൾ അറിയാം, ഇപ്പൊ കാലികാർബിന്റെ സിംറ്റംസ് ഉണ്ട് 3 to 4. പക്ഷെ അതിനകത്ത് കാലികാർബിന്റെ എഴുന്നേറ്റിരിക്കുമെന്നല്ലാതെ വെപ്രാളം ഇല്ല, ആൻസൈറ്റി ഇല്ല, റെസ്റ്റ്ലെസ്നെസ് ഇല്ല, ടേസ്റ്റ് ഫോർ വാം വാട്ടർ ഇല്ല. വാം വാട്ടർ ഇഷ്ടമുണ്ട്, പക്ഷെ കാലികാർ അനങ്ങത്തില്ല, കുനിഞ്ഞങ്ങ് കിടക്കേ ഇരിക്കത്തേ ഉള്ളൂ. എഴുന്നേറ്റ് അവർക്ക് നടക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ആ 4-2 എന്നുള്ള അഗ്രവേഷനില് മാത്രം നോക്കിയിട്ട് നമ്മൾ പലപ്പോഴും കൊടുക്കുമ്പോൾ നമുക്ക് ഫെയിലിയർ ആയിരിക്കും വരുന്നത്. പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുന്ന ഒരു പെർമനന്റ് ക്യൂർ കിട്ടുന്ന കാര്യങ്ങളിൽ തീർച്ചയായിട്ടും കാലിയാഴ്സ് ആയിരിക്കും നല്ലത്. കാലികാർബിന്റെ ഔസോറിയനഡ് ആയിട്ടുള്ള ഈ കാഡ്മിയം പോലുള്ള ബേസിക് ഹിസ്റ്ററി. അപ്പൊ നമ്മുടെ കേസ് എടുപ്പ് നമ്മൾ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കാലി ഗ്രൂപ്പിനെ നമുക്ക് കണ്ടെത്താം, കാഡ്മിയം ഗ്രൂപ്പിനെ കണ്ടെത്താം, കൽക്കര ഗ്രൂപ്പിനെ കണ്ടെത്താം, നാട്ര ഗ്രൂപ്പിനെ കണ്ടെത്താം, മോർ ഗ്രൂപ്പിനെ കണ്ടെത്താം, അമോണിയം ഗ്രൂപ്പിനെ കണ്ടെത്താം. അങ്ങനെ കണ്ടെത്താനുള്ള ഒരു ശ്രമം നമുക്ക് ഒരു വാരാന്ത്യത്തിൽ അതൊക്കെ കുറെ ഡോക്ടർമാർക്ക് കുറച്ച് സബ്ജക്റ്റ് ചെയ്യുന്ന ലീഡർമാർ കൊടുത്തിട്ട് അതിന്റെ പ്രത്യേകതയെ പറ്റി ഒരു 4 മാസം നീട്ടിക്കുന്ന ഒരു പരമ്പര ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പൊ ഓരോ ഗ്രൂപ്പ് കൂടെ ഇപ്പൊ അസിറ്റിക്കൻ ചേരുമ്പം കാൽക്കറി ആഴ്സ് ചേരുമ്പോൾ ഉള്ള വ്യത്യാസമാണ് പറഞ്ഞത്. സിംറ്റംസ് ഒക്കെ ക്യാൻസർ തന്നെയാണ്, മ്യൂക്കസ് മെമ്പറിൽ എഫക്ട് ചെയ്യുന്നതാണ്. അതിന്റെ മെയിൻറ്റൈനിങ് കോസ് വെച്ച് ഡിസ്ട്രക്ഷൻ, ഡീജനറേഷൻ, നെക്രോസിസ്, അൾസറേഷൻ, ക്യാൻസർ പ്രോസസ് ജനസ് ചെയ്തിട്ട് ഡെത്ത് ആൻഡ് ഡീജനറേഷൻ വരാൻ പറ്റും. ദെൻ കാഡ്മിയം ബ്രോമൈഡ്, എക്സ്ട്രീം വൊമിറ്റിംഗ് ഇൻ CA stomach വിത്ത് സിവിയർ ബേണിംഗ് പെയിൻ വിത്ത് സെറിബ്രൽ സിംറ്റംസ്. ഇപ്പൊ സെറിബ്രൽ സിംറ്റംസിൽ വന്നിട്ട് കാലിബ്രമാറ്റം പോലെ ആദ്യം ഉറക്കം പോവും, പിന്നെ അബ്നോർമൽ സ്പീച്ച് വരും, ഓറിയന്റേഷൻ ഡിഫിക്കൽറ്റി വരും. അത് എവിടെയാ നമുക്ക് സാധ്യത ഉള്ളത്? ഇൻഡസ്ട്രിയൽ ക്യാൻസർ ഓർ അബ്ഡമൽ ക്യാൻസർ, ഇസോഫാഗൽ ക്യാൻസർ, ഒരു സ്റ്റൊമക് ക്യാൻസർ. ഈ ക്യാൻസറിലൊക്കെ ഒരു ബ്രെയിൻ മെറ്റാസ്റ്റൈസിസ് ഉണ്ടായാലേ കാഡ്മിയം ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് കാഡ്മിയം ബ്രോമാറ്റോ ആയിരിക്കും നല്ലത്. ക്യാൻസർ കച്ചക്സിയ വളരെ വളരെ പ്രൊഡോമിനേറ്റീവ് ആയിരിക്കും. അപ്പൊ കാഡ്മിയം ഗ്രൂപ്പിന്റെ കൂടെ നമ്മൾ സാധാരണ ക്യാൻസർ കച്ചക്സിയായി കൊടുക്കുന്ന കാലിപോസോ, കൊറാലിയ, കോറിഡാലിസോന്റെ ആവശ്യം ഇല്ല. ഇത് നമുക്ക് കാഡ്മിയം സബ്ജക്റ്റ് ആണെന്ന് മനസ്സിലാക്കുവാണെങ്കിൽ കാഡ്മിയം ബ്രോമാറ്റം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ്. വളരെ കുറച്ച് 0.3 ഒക്കെ നമ്മൾ കൊടുത്ത് ഒരു 2 ആഴ്ച കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ട് ഉയർന്നേറ്റേക്കും, ക്ഷീണം മാറും, അവരുടെ സെറിബ്രൽ സിംറ്റം സബ്സൈഡ് ചെയ്യും, ഓറിയന്റേഷൻ നേരെയാകും, ഓർമ്മ കിട്ടും. ഇപ്പൊ സ്വാഭാവികമായിട്ട് എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ക്യാൻസർ കച്ചക്സിയ വന്നിട്ട് ലിവറിൽ എൻസെഫലോപ്പതി ഉണ്ടായി, അബ്നോർമൽ ടോക്കിംഗ് ആയി, കുറച്ച് ഗ്ലൂക്കോസ് ഒക്കെ കൊടുത്ത് ഹോസ്പിറ്റലൈസ് ചെയ്തപ്പം അവരുടെ അമോണിയ കൂടി, ബോധം നല്ല പോലെ പോകും. വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മോന് എന്നോട് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അതിന് മുമ്പ് ഒരു കേസിൽ വന്നിട്ട്. അപ്പൊ അയാൾ വന്ന് ഞാൻ കൊടുത്ത കാഡ്മിയം ബ്രോമാറ്റോ ആണ് കൊടുത്തൊരു 3-4 ഡോസ്
അവിടുത്തെ മെയിൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ കൊടുത്തോ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ കൊടുത്തോ, നമുക്ക് കുഴപ്പമില്ലെന്ന്. പക്ഷേ രാവിലെ അവർ എഴുന്നേറ്റ് ചായ കുടിച്ചെന്നുള്ള ക്ഷീണം കുറഞ്ഞിട്ട്, അപ്പൊ അമോണിയായും കുറഞ്ഞു. അപ്പൊ അതാണ് കാഡ്മിയം പ്രൊമേറ്റത്തിന്റെ ഒരു വലിയ വലിയ ഒരു ശക്തിയത. ഇപ്പൊ നമ്മുടെ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കുക, കോസേറ്റീവ് ഫാക്ടർ കേസ് എടുക്കുമ്പോൾ കണ്ടുപിടിക്കുക, ക്യാൻസർ ഏത് ടൈപ്പാണെന്ന് നോക്കുക, മെഡിസിൻ സജക്ട് ചെയ്താല് നമ്മൾ പോലും ചിന്തിക്കാത്ത വിധത്തിലുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടും. കാഡ്മിയം കാൽക്കേറിയ എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ ഉണ്ട്. അത് എക്സെല്ലിന്റെ അകത്തെ ഷെല്ലും ഈ കാഡ്മിയം ഗ്രൂപ്പ് മെഡിസിനും കൂടെ കൂട്ടിയ അതിനകത്ത് CA-MMA വിത്ത് ഇൻഡുറേഷൻ, സെല്ലിംഗ് ഓഫ് മമ്മ വിത്ത് ബോൺ മെറ്റാസ്റ്റൈസിസ് ആണ്. ഇപ്പം നമുക്ക് CA ബ്രസ്റ്റിലൊക്കെ എല്ലാ മെറ്റാസ്റ്റൈസിസിനും ശരിക്കും ഓരോ സ്പെസിഫിക് മെഡിസിൻസ് ഉണ്ട്. അത് നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ വളരെയേറെ നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതില് ഈ കാഡ്മിയം കാൽക്കേറിയ എന്ന് പറയുന്ന മെഡിസിൻ CA-MMA വിത്ത് ഇൻഡുറേഷൻ ആൻഡ് സെല്ലിംഗ് ഓഫ് മമ്മ, ഇൻഡുറേഷൻ ഓഫ് ദ ആക്സിലറി ഗ്ലാൻഡ്സ് വിത്ത് ഹെവി എൻലാർജ്മെന്റ് ഓഫ് ദ ബ്രസ്റ്റ് വിത്ത് ബോൺ മെറ്റാസ്റ്റൈസിസ്. അതിനകത്ത് കാഡ്മിയം കാൽക്കേറിയയും കാഡ്മിയം ഫ്ലൂറൈഡും നല്ലപോലെ എഫക്റ്റീവ് ആയിരിക്കും. അതിന് തമ്മിലുള്ള വ്യത്യാസം, കാൽക്കേറിയ കാർബിന്റെ അത്രയും ഫിയറും ക്ഷീണവും ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടെ സ്റ്റോണി ഹാർഡായിട്ട് സിസ്റ്റസ് കനാഡൻസിസും ഈ കാൽക്കേറിയ ഫ്ലോറും തമ്മിലുള്ള വ്യത്യാസം രണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ തെർമൽ റിയാക്ഷന്റെ വ്യത്യാസമാണ്. മറ്റത് സ്മോൾ ഹാർഡായിരിക്കും, ഇത് ബിഗ് ഹാർഡും ആയിരിക്കും. അപ്പൊ കാഡ്മിയം ഫ്ലൂറൈഡും കാൽക്കേറിയയും മെയിൻലി ഡക്ട്ലെസ് ഗ്ലാൻഡിനുള്ള ക്യാൻസറിൽ ഹാർഡൻസ് പ്രൊഡോമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, മെറ്റാസ്റ്റൈസിസ് ഉണ്ടെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ്. ക്യാൻസർ വിത്ത് അഡ്വാൻസ് സ്റ്റേജ് ഇൻ സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ, ലിവർ വിത്ത് ലങ് സിംറ്റംസ്. അപ്പം ഏത് ക്യാൻസർ ആണെങ്കിലും സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈനും ലിവറിലും ഉള്ള ഏതെങ്കിലും ക്യാൻസർ ലങ്ങിലോട്ട് മെറ്റാസ്റ്റൈസിസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ലങ് ഫൈബ്രോസിസ് ഉണ്ടാകാനുള്ള സാധ്യത, ഇൻഫെക്ഷനും ഒരു ബ്രോങ്ക്യാക്ടസിസും ബ്രോങ്കൽ സിംറ്റംസ് കൂടുതലും ഉണ്ടെങ്കിൽ കാഡ്മിയത്തിന്റെ ക്ലോറൈഡ് കൂടെ ചേർത്ത കാഡ്മിയം ക്ലോറേറ്റർ വളരെ നല്ലപോലെ എഫക്റ്റീവായി ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വളരെ നാള് നമുക്ക് ലൈഫ് സ്പാൻ നീട്ടിക്കൊടുക്കാനും ഫ്ലൂറസി വിത്ത് ഫ്യൂഷനോ ന്യൂമോണിയയോ ബ്രോങ്ക്യാക്ടസിന്റെ മറ്റ് ഡിസ്നിയയോ ഒക്കെ വന്നിട്ടുള്ള കോംപ്ലിക്കേഷൻസ് നമുക്കൊരു ആന്റി ട്യൂബർക്കുലാർ ട്രീറ്റ്മെന്റും കൂടെ കൊടുത്ത് ട്യൂബർക്കുലിനോ അവയറോ ഒക്കെ കൂടെ വളരെ മൈൽഡ് ഡോസിൽ കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു കാലിയാഴ്സോ 3x കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ കാലം നമുക്ക് പേഷ്യന്റിനെ സർവൈവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കാഡ്മിയം ഫ്ലൂറേറ്റ്, CA പ്രോസ്റ്റേറ്റ്, CA റെക്ടം വിത്ത് പാരാലിസിസ് ആൻഡ് പെയിൻ. ഇപ്പൊ CA റെക്ടത്തില് നമുക്ക് പാരാലിസിസ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? കാര്യം MRI കാണാം, പാരാലിസിസ് ഓഫ് ദ റെക്ടം ലീഡിങ്സ് ടു അൺകൺട്രോളബിൾ സ്റ്റൂൾ. അപ്പൊ CA റെക്ടത്തിൽ സാധാരണ റെക്ടൽ മസിലിന്റെ ഇൻഫ്ലമേഷനും നെക്രോസിസും ഒക്കെ ആയിട്ടൊരു പാരാലിസിസ് അല്ലെങ്കിൽ ഇൻകോൺഫിഡൻസ് ഒക്കെ വരുമ്പം സ്റ്റൂൾ അൺനോട്ടീസ്ഡ് ആയിട്ട് പോകാമെങ്കിലും അത് പേഷ്യന്റ് പറയുമ്പം പലപ്പോഴും നമുക്ക് കിട്ടുന്ന സിംറ്റം ടെനസ്മസ് വന്നിട്ടാണ്. ഇപ്പൊ പാരാലിസിന്റെ സ്റ്റൂളിൽ അൺനോട്ടീസ്ഡ് സ്റ്റൂള് വന്നാല് എന്താ അതിന്റെ കാര്യം? ടെനസ്മസ് കാണത്തില്ല, പെയിൻ കാണത്തില്ല, ശരിക്കും അൺനോട്ടീസ്ഡ് ആയിരിക്കും. പേഷ്യന്റ് വെറുതെ എഴുന്നേറ്റ് ബെഡിൽ നിന്ന് ബാത്റൂമിലോട്ട് പോകുമ്പോൾ അറിയാതെ ഇങ്ങനെ അൺനോട്ടീസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അതാണ് പാരാലിസിന്റെ ഒരു സിംറ്റം. അവിടെ നമ്മൾ കോസ്റ്റിക്കൻ ചിന്തിക്കുന്നതിന് പകരം കാഡ്മിയം കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കോസേറ്റീവ് ഫാക്ടർ ഉണ്ടെങ്കിൽ കാഡ്മിയം സബ്ജക്റ്റിൽ കാഡ്മിയം ഫ്ലൂറൈഡ് വളരെ വളരെ എഫക്റ്റീവാണ്.
കാൽക്കേറിയ പിന്നെ കാഡ്മിയം ഫ്ലോറേറ്റത്തിനകത്ത് CA പ്രോസ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ എൻലാർജ്മെന്റ് ഇപ്പൊ ഹൈലി എൻലാർജ്മെന്റ് ഇപ്പൊ 100, 140, 180 CC ആയിട്ട് പ്രോസ്റ്റേറ്റ് വലുതാകുക, അത് ഹാർഡൻഡ് ആയിട്ടാകുക. അപ്പൊ എങ്ങനെയായിട്ട് നമുക്ക് MRI സ്കാനിലൊക്കെ കാൽസിഫിക്കേഷൻ വിത്ത് ഹാർഡൻഡ്. അപ്പൊ എന്താ ദോഷം? അത് അപ്പുറോട്ട് തള്ളിയിട്ട് യൂറിനറി സിംറ്റംസ് കോസ് ചെയ്യും, താഴെയാണെങ്കിൽ റെക്ടൽ സിംറ്റംസ് കോസ് ചെയ്യും. അപ്പൊ അത്രയും എല്ലാസ്റ്റ് ഹാർഡൻഡ് ആയിട്ടുള്ള പ്രോസ്റ്റേറ്റ് കുറയാൻ സാധാരണ നമ്മൾ കാൽക്കേറിയ ഫ്ലോർ ഇൻഡിക്കേഷൻ ആണെങ്കിലും ഈ ഗ്ലാൻഡുലാർ ലീഷൻസ് വെച്ചിട്ട് കാഡ്മിയം ഗ്രൂപ്പിലുള്ള ആളെങ്കിൽ കാഡ്മിയം ഫ്ലൂറൈഡ് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ CA ഇൻഡസ്ട്രിയിൽ തന്നെ ഹാർഡൻഡ് ആയിട്ടുള്ള ലിംഫഡിനൈറ്റിസ് വന്ന് മാസീവ് ലിംഫഡിനൈറ്റിസ് ഒരു 5-6-7 ടൈപ്പ്, റിട്രോപെറിറ്റോണിയല്, ഇപ്പൊ ഹെപ്പാറ്റിക്, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ഒരു 5-6 ടൈപ്പ് മാസീവ് ആയിട്ടുള്ള പെരിട്ടോണൈറ്റിസ് ഇല്ലാതെ, പെരിട്ടോണൈറ്റിസ് ഉണ്ടെങ്കിൽ നമുക്ക് അസറ്റിക് ഗ്രൂപ്പ് ഓഫ് കാഡ്മിയം അസറ്റിക് ഗ്രൂപ്പിലോട്ടാണ് നമുക്ക് ചിന്തിക്കാൻ നല്ലത്. അപ്പം അങ്ങനെ ഫ്ലൂയിഡ് റിട്ടൻഷൻ ഇല്ലാതെ ഹാർഡൻഡ് ഓഫ് ഇൻഡസ്റ്റൈനൽ ഗ്ലാൻഡ് വരുവാണെങ്കിൽ കാൽക്കേറിയ കാഡ്മിയം ഫ്ലൂറിക്കം നല്ലതാണ്. കാഡ്മിയം ഫ്ലൂറിക്കത്തിന്റെ അവിടെ ഒരു പീരിയോഡിസിറ്റി കിട്ടും നമുക്ക്. ആഴ്സനിക്കിന്റെ പീരിയോഡിസിറ്റി പോലെ ഇതിനകത്ത് ഒരു പീരിയോഡിസിറ്റി കിട്ടും. പിന്നെ കാഡ്മിയം ഫ്ലൂറൈഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലൂറൈഡിന്റെ ഒരു പതോജനസിസ് പോലെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഇൻകോമ്പറ്റൻസോടുകൂടി ജനിച്ചിട്ട് ആ രീതി ജീവിക്കുന്നവർക്കായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം അല്ലെ ക്ലഫ്റ്റ് പാലസ്, ഏതെങ്കിലും ഡബിൾ ഫിംഗറോ അങ്ങനെ എന്തെങ്കിലും ഒരു ജനറ്റിക് അബ്നോർമാലിറ്റി ഉള്ളവരിലാണെങ്കിൽ നമുക്കത് അഡ്വാൻസ്ഡ് ആയിട്ട് കുറെ കൂടെ കൺഫർമേറ്റീവ് ആയിട്ട് ഈ ഫ്ലൂറൈഡ് ഗ്രൂപ്പ്, പ്രത്യേകിച്ച് കാഡ്മിയം ഫ്ലൂറൈഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. എന്താ കാഡ്മിയത്തിന്റെ വേറൊരു പ്രിപ്പറേഷൻ കാഡ്മിയം ഫെറമൈഡേറ്റ്. ഫെറമൈഡേറ്റ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഫെറമെറ്റ് ഗ്രൂപ്പിലെ ഗ്ലാൻഡുലാർ എൻലാർജ്മെന്റ്. ഫെറമെറ്റ് കോൺസ്റ്റിറ്റ്യൂഷനുള്ള ആളുകളിൽ സ്യൂഡോപ്ലത്തോറിക്, വളരെ സ്ട്രൈറ്റ് ഫോർഡ്, വളരെ ബ്രൈറ്റ്, ബ്രില്യൻറ്റ്, സ്റ്റബേൺ, അപ്പൊ ഇരുമ്പിന്റെ ഉറപ്പുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, ചഞ്ചലിപ്പില്ലാത്ത കോൺസ്റ്റിറ്റ്യൂഷൻ, അതാണ് ഫെറം ഗ്രൂപ്പിന്റെ പ്രത്യേകത. അതിന്റെ ഒരു ഗ്ലാൻഡുലാർ സെല്ലിംഗ് ഉള്ളതാണ് ഫെറമൈഡൈഡ്. അവരിൽ വരുന്ന ഏതെങ്കിലും വിധത്തിലുള്ള ക്യാൻസറോ കാര്യങ്ങളോ ഹൈപ്പർട്രോഫിയോ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഗ്ലാൻഡുലാർ ഇൻഡുറേഷൻ, ഇൻഫ്ലമേഷൻ, ഹൈപ്പർട്രോഫി, ക്യാൻസർ, ഇത് ഏത് ഗ്രൂപ്പിലും ഫെറം നമുക്ക് ഫെറത്തിൻ്റെതാണെങ്കിൽ ഫെറൈഡൈഡ് കൊടുക്കാം. പക്ഷെ ഫെറം ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പോസിറ്റീവ് ഫാക്ടർ കാഡ്മിയത്തിൻ്റെ ഉണ്ടെങ്കിൽ നമുക്ക് ഫെറം അയഡൈഡിനേക്കാൾ എഫക്റ്റീവ് കാഡ്മിയം ഫെറം അയഡൈഡ് ആയിരിക്കും. നമുക്ക് ആ മെഡിസിൻ കിട്ടും, സെഞ്ചുറിൽ കിട്ടും, 3x കിട്ടും, 30 കിട്ടും, 200 കിട്ടും, 1 കിട്ടും. ദെൻ കാഡ്മിയം അയഡൈഡിന്റെ കുറച്ചുകൂടെ വിശദീകരിച്ചിട്ടുള്ളതാ. സിയറക്ടം വിത്ത് ഇച്ചിങ്, നോട്ട് ഇച്ചിങ്. കാഡ്മിയം അയഡൈഡ് ഇച്ചിങ് വിത്ത് ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ പയോണിയ, ഇച്ചിങ് വിത്ത് ബ്ലീഡിങ് ആണെങ്കിൽ കൊളിൻസോണിയ. ഈ ഹിസ്റ്ററി ഉണ്ട്, മാസമായിട്ട് ലിംഫഡിനൈറ്റിസ് ഉണ്ട്, അതുകൊണ്ട് സ്റ്റൂൾ പാസ് ചെയ്യാൻ പാടാണ്, റെക്ടൽ ലിംഫഡിനൈറ്റിസ് എന്നുള്ള അതുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഏതെങ്കിലും വേറെ ഗ്രൂപ്പ് ഉള്ള മെഡിസിൻ, ഇപ്പൊ രക്തത്തിന്റെ അലൂമിന അതുപോലുള്ള മെഡിസിൻ കൊടുത്തിട്ട് ഒരു ആഴ്സനിക് അയഡൈഡ് പോലുള്ള ഒരു ആന്റി ഗ്ലാൻഡുലാർ മെഡിസിൻ കൊടുക്കുന്നതിനേക്കാൾ ഏക മെഡിസിനിൽ കൊടുക്കാൻ ഏറ്റവും ശ്രദ്ധേയമായ ഒരെണ്ണമാണ് കാഡ്മിയം വിത്ത് അയഡിൻ. എന്താ കാഡ്മിയം വിത്ത് അയഡിന്റെ ഒരു പ്രത്യേകത? കാഡ്മിയം അയഡൈഡ് സെലക്ട് ചെയ്യുമ്പോൾ കാഡ്മിയം ഹിസ്റ്ററി വേണം, പേഷ്യന്റിന്റെ ബേണിംഗ് പെയിൻ ഗെറ്റ് റിലീഫ് ബൈ കോൾഡ് വേണം. ഇപ്പൊ പേഷ്യന്റ് ബ്ലീഡ് ചെയ്താലും ഇറോഷൻ ഉണ്ടായാലും ബേണിംഗ് പെയിനോ അല്ലെങ്കിൽ പൾസേറ്റിംഗ് പെയിനോ
ഒക്കെ ഉള്ളത് കോൾഡ് വാട്ടറിൽ ഇരുന്ന് കഴിഞ്ഞാലോ കഴുകിക്കഴിഞ്ഞാലോ അവർക്ക് റിലീഫ് കിട്ടുമെന്നുണ്ടെങ്കിൽ കാഡ്മിയമായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള കാഡ്മിയമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ കീമോതെറാപ്പി കഴിഞ്ഞിട്ടുള്ള ക്യാൻസർ ബ്രസ്റ്റ് റിക്കറൻസ് ഉണ്ടാകണമെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ബേണിംഗ് ഉണ്ട്. എല്ലാ ഇതായിരിക്കും, പേഷ്യന്റ് ഹോട്ടായിരിക്കും, 4 പാലിൽ കിടക്കും, തണുത്തേ കഴിക്കത്തുള്ളൂ. ഒരു ബ്രസ്റ്റ് മാത്രം വലുതായിട്ട്, അയാളത്തിന്റെ ഒരു പ്രത്യേകത എന്താ, ജനറ്റിക് ആയിട്ടുള്ള ഗ്ലാൻഡ് എല്ലാം വലുതും അല്ലാത്ത ഗ്ലാൻഡ് എല്ലാം അട്രോഫീഡും ആയിരിക്കും. അപ്പൊ അതുപോലെ ഒരു ഹിസ്റ്ററി നമുക്ക് കിട്ടുവാണെങ്കിൽ ഈ അയഡൻ നമുക്ക് ഇതുവരെ നമ്മൾ അയഡൻ കൊടുക്കുകയാണ് ആയിരിക്കും, ആ ചിന്തയ്ക്കായിരുന്നല്ലോ പ്രസക്തി ഇത് കേൾക്കുന്നത് വരെ. അപ്പോൾ നമ്മൾ ഈ ഒരു കീമോ അല്ലെങ്കിൽ റേഡിയേഷൻ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ കാഡ്മിയം അയഡൈഡ് ഈസ് ദി ബെസ്റ്റ് മെഡിസിൻ. ദെൻ CA ബ്രസ്റ്റ് വെസ്റ്റ് ക്യാൻസർ കച്ചക്സിയ, അനാസർഗ, അനോറക്സിയ, ജനറൽ വീക്ക്നെസ്, vomiting with a blackish coffee ground vomiting or diarrhea unnoticed. Alternative, ഗ്ലാൻഡിന്റെ കൂട്ടത്തില് ബ്രസ്റ്റിലും തൈറോയിഡിലും കൂടാതെ സബ്മാൻഡിബുലാർ ഗ്ലാൻഡ് മാസമായിട്ട് എല്ലാവരും ചെയ്യുന്ന ലിംഫോമയില് സാധാരണ നമ്മൾ അയഡൻ കൊടുക്കുന്ന ആ ലിംഫോമയില് അലോപ്പതി എന്ന് വന്നിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ ലിംഫോമയിൽ നമുക്ക് കാഡ്മിയം അയഡൈഡ് വളരെ എഫക്റ്റീവ് ആയിട്ട് കണ്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു പേഷ്യന്റ് ക്യൂർ ആയിട്ടുണ്ട്. ഇപ്പൊ 4-5 വർഷമായിട്ട് ലിംഫോമ നോ റിക്കറൻസ് ആയിട്ട് മെഡിസിൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കാവുന്നത് നെക്ക് ക്യാൻസറിൽ, പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ, റേഡിയേഷൻ സിക്നസ് ഓർ എയിൽമെന്റ്സ് ഫ്രം റേഡിയേഷൻ, പിന്നെ CA തൈറോയിഡിൽ വളരെ കുറച്ച് മാത്രമേ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളൂ. അതില് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഒരു മെഡിസിൻ, കാൽസിറ്റോണിൻ അതിന്റെ ക്യാൻസർ ആന്റിജനിൽ നിന്ന് എടുക്കുന്നതാണ്. പിന്നെ കുറച്ച് ടിഞ്ചേഴ്സ് ഒക്കെ എഫക്റ്റീവ് ആയിട്ടുണ്ട്. ടിഞ്ചേഴ്സിന്റെ പേര് ഞാൻ പിന്നെ പറഞ്ഞുതരാം, ഇപ്പൊ പറയുന്നില്ല, ഇതൊരു ക്യാൻസർ ക്ലാസ് അല്ലല്ലോ. അപ്പൊ തൈറോയ്ഡ് ക്യാൻസർ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കാഡ്മിയയുടെ. പ്രൊലാപ്സ് റെക്ടം, പിന്നെ ഗോയിറ്ററിൽ നേരത്തെ പറഞ്ഞ എക്സോതാൽമിക് ഗോയിറ്ററിൽ ഹാർട്ട് കംപ്ലൈൻസ് വിത്ത് ബേണിംഗ് ആഫ്റ്റർ. അപ്പൊ റേഡിയേഷൻ കൊടുത്തിട്ടുള്ള എക്സോതാൽമിക് ഗോയിറ്ററിൽ ഫെയിലുവർ വന്ന് റിക്കർ ചെയ്താൽ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ പൈലോകാർപ്പസ് ടിഞ്ചറും ലൈക്കോപ്പസ് ടിഞ്ചറും കാഡ്മിയം അയഡൈഡും വളരെ നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പേഷ്യന് പറ്റും. ദെൻ കാഡ്മിയം മെറ്റ്, ഈ മെറ്റ് ഏറ്റവും കൂടുതൽ മെറ്റിന്റെ ആക്ഷൻ കാണുന്നത്, മെറ്റാലിക്കത്തിന്റെ ആക്ഷൻ കാണുന്ന ബോൺ ഹാർഡൻ ടിഷ്യൂസിൽ, ഫൈബ്രസ് ടിഷ്യൂസിൽ, കാർട്ടിലേജനസ്. അതുകൊണ്ട് തന്നെ ബോൺ ക്യാൻസറിൽ നമുക്ക് സിംബൈറ്റോക്കെ പോലെ തന്നെ മെറ്റാസ്റ്റൈസിസ് പ്രിവെന്റ് ചെയ്യാനും കാഡ്മിയം മെറ്റിന് വളരെയേറെ ഫലപ്രദമാണ്. ഇഫ് ദ കേസ് ഈസ് റിട്ടേൺ ഫ്രം കീമോ റേഡിയേഷൻ. Then history of aluminum poisoning or cancer from aluminum intake, food continuously for years and years making in aluminum may be a causative factor of the intestinal cancer or rectal cancer. We can try with the cadmium met. CA liverlum, X-ray burnilum, ഒരു അധികം നാൾ എക്സ്പോഷർ ഉണ്ടെങ്കിലും കാഡ്മിയം മെറ്റ് നല്ലപോലെ ഉപയോഗിക്കാമെന്നാണ് തെറാപ്യൂട്ടിക്സിൽ പറയുന്നത്. Then the lastly കാഡ്മിയം സൾഫാർ. കാഡ്മിയം സൾഫാണ് നമുക്ക് സാധാരണ തെറാപ്പറ്റീസിലുള്ളത്, പുസ്തകത്തിലുള്ളത്. ഇപ്പൊ കാഡ്മിയം ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ കാഡ്മിയത്തിന്റെ കൂടെയുള്ള സൾഫർ കോമ്പിനേഷനാണ് നമ്മളിപ്പോ സാധാരണഗതിയിലുള്ള ആളുകളൊക്കെ പഠിക്കുന്നതും പുസ്തകത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതും. അതുകൊണ്ടാണ് അതിന്റെ കുറച്ച് ഇൻഡിക്കേഷൻസ് പറയാനുള്ളത്. ഒന്ന്, പാരാലിസിസിൽ പാരാപ്ലേജിയ, ഹെമിപ്ലേജിയ ഓർ പാരസിസ്,
എവിടെയാണെങ്കിലും നമ്മളിപ്പോ ബെസ്റ്റ് സെലക്ടഡ് ആയിട്ടുള്ള മെഡിസിൻ എഫക്ട് ചെയ്യാതെ വന്നിട്ട് ക്യാൻസറിന്റെ കച്ചക്സിയായും സൾഫറിന്റെ ഒരു ബേണിംഗ് പെയിനും ഓൾഗോൺ ഫീലിംഗ് ഇൻ ദ അബ്ഡമൻ, ബേണിംഗ് അറ്റ് ലിഫ്റ്റ് കോൾസ്, ആൻസൈറ്റി, സ്വെറ്റ്, ഫ്ലഷിംഗ്, ഇറിറ്റബിലിറ്റി, ഡെസ്പറേഷൻ, ക്ലോസ് മൗത്തഡ് പേഴ്സൺ, ആ ഒരു അവസ്ഥയിൽ നമുക്ക് സൾഫർ ഇൻഡിക്കേറ്റഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കാഡ്മിയം സൾഫർ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി ക്യാൻസർ വേണമെന്നില്ല, ഒരു ക്രോണിക് ആസ്ട്രൈറ്റിസിൽ ഒത്തിരി മെഡിസിൻ, എസ്പെഷ്യലി പാൻഡാപ്രസോളൊക്കെ വർഷങ്ങളോളം കഴിച്ചിട്ടുള്ളവരിൽ ഫലപ്രദമായിട്ട് കൊടുക്കാവുന്ന മെഡിസിനാണ് കാഡ്മിയം സൾഫർ. ദെൻ പെയിൻ ഇൻ ദ പാരലൈസ്ഡ് പാർട്ട്. അപ്പൊ പാരാലിസിന്റെ കൂടെയുള്ള ക്രോളിംഗ് സെൻസേഷൻ ഉണ്ട്. ക്രോളിംഗ് വിത്ത് നംനെസ്, ഫോമിഗേഷൻ, ബേണിംഗ് ആൻഡ് പെയിൻ. ഇത് 4 കാഡ്മിയം. കാഡ്മിയത്തിന്റെ ക്രോളിംഗ്, കാഡ്മിയത്തിന്റെ പെയിൻ, സൾഫറിന്റെ ബേണിംഗ്, ഗെറ്റ് ലിബൈ കോൾഡ്, പിന്നെ പെയിൻ ഇൻ പാരലൈസ്ഡ് പാർട്ട്. പെയിൻ ഇൻ പാരലൈസ്ഡ് പാർട്ടിൽ, പാരലൈസ്ഡ് ലിംബില് നമുക്ക് സാധാരണ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ പ്ലംബാസെറ്റിക്ക. അപ്പൊ പ്ലംബാസെറ്റിക്കും പ്ലംബം ഗ്രൂപ്പിലല്ലെന്ന് നമുക്ക് തോന്നുകയോ പ്ലംബാസെറ്റിക് എഫക്റ്റീവ് ആകാതെ വന്നു കഴിഞ്ഞാൽ കാഡ്മിയം സൾഫർ ഇസ് ദി ബെസ്റ്റ് മെഡിസിൻ. ഫോമിഗേഷൻ, പിന്നെ വേറെ കാഡ്മിയത്തിന്റെ ഒരു എക്സ്ട്രീം ആക്ഷൻ നമുക്ക് കിട്ടുന്ന പാരാലിസിസ് പാർട്ടില് ക്രോളിംഗ് ഉണ്ട്, പെയിൻ ഉണ്ട്, നംനെസ് ഉണ്ട്, ഫോമിഗേഷൻ ഉണ്ട്. അതുകൊണ്ട് ഒരു ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ വീക്ക്നെസ്, അത് കാഡ്മിയത്തിന്റെ ഒരു സിംറ്റമാണ്. അപ്പൊ സൾഫർ സിംറ്റംസ് എക്സ്ട്രീം വീക്ക്നെസ് ഇൻ പാരാലിസിസ് ഓർ എനി ക്യാൻസർ കണ്ടീഷൻ, we can treat it with, we can think of cadmium sulfur. Then എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഭവം കാഡ്മിയം സൾഫിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു ബെൽസ് പാൾസി വന്നിട്ട് റൈറ്റ് സൈഡ് ആയിരുന്നു. ഞാൻ കോസ്റ്റിക്കം 1 കൊടുത്തിട്ട് നല്ല ഇമ്പ്രൂവ് ചെയ്ത് റിക്കവർ ചെയ്തെങ്കിലും വളരെ നാള് അവർ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ ഇവിടെ നിന്ന് ബോംബെ പോയി. അവിടെ താമസിക്കുമ്പോൾ അവർക്ക് അവിടെ ഒരു നംനെസ്സും പെയിനും വന്നു. നംനെസ്സും പെയിനും മാറാണ്ട് ന്യൂറോളജിസ്റ്റിനെ കണ്ടു കഴിച്ച് പറഞ്ഞു ഇതിന്റെ പാരാലിസിസ് ആണെന്ന് പറഞ്ഞു. ന്യൂറോബേൺ ഫോർട്ട്, പിന്നെ ഒരു നെർവ് സ്റ്റിമുലന്റ്. ബട്ട് അദ്ദേഹം ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ചെയ്തത് പെയിൻ ട്രൈജീമിനൽ ന്യൂറോളജി ആയിരിക്കും എന്ന് പറഞ്ഞിട്ടൊരു ന്യൂറോജനിക് അനാലിസിസ്, വലിയ ശക്തിയുള്ള ട്രൈമോളോ അങ്ങനെ ഒരു കോമ്പിനേഷനിൽ വലിയ മരുന്ന്, അത് അവർക്ക് കൊടുത്തിട്ട് ഭയങ്കരമായിട്ട് അവർക്ക് ക്ഷീണം വന്നു. അവരവിടെ നിന്ന് ഇരുന്നിട്ട് നമ്മളെ വിളിച്ച്, ഞാനപ്പോ അന്ന് അവർക്ക് കൊടുത്തത് ഈ കാഡ്മിയം സൾഫർ. 2 ആഴ്ചത്തെ നമ്മുടെ 30 twice daily പൊടി അയച്ചു കൊടുത്ത്, അതുകൊണ്ട് അവർക്ക് നല്ല എഫക്റ്റ് കിട്ടി. പാരാലിസിസും കുറെ കൂടെ ബെറ്റർ ആയി. ഇപ്പൊ പോസ്റ്റ് പാരാലിറ്റിക് പെയിൻ, നംനെസ്, ഫോമിഗേഷൻ, ബേണിംഗ് ഒക്കെ എവിടെയാണെങ്കിലും കാഡ്മിയം സൾഫർ വി ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ്. ദെൻ ഈ ബെൽസ് പാൾസ് വന്നാൽ പലവർക്കും ചിലപ്പോ ഒരു പാർട്ട് അങ്ങ് പോകും. അപ്പൊ കണ്ണിന്റെ ലിഡ്സിന് അപ്പർ ലിഡ് പാരാലിസിസ് ഉണ്ടെങ്കിൽ ഈ കോസ്റ്റിക്കം ഒക്കെ സാധാരണ നമ്മൾ ചിന്തിക്കുന്ന മെഡിസിനാണ്. അപ്പം അപ്പർ പാർട്ട് ഓഫ് ഐലിഡ്, അപ്പർ ഐലിഡ് റൈറ്റ് സൈഡ് പാരാലിസിന്റെ കൂടെ വന്നാൽ, അല്ലെങ്കിൽ ഒരു സംശയം പറഞ്ഞാൽ, ഒരു ഡ്രോപ്പിംഗ് നമുക്ക് തോന്നിയാൽ, ഒരു സംശയം വേണ്ട, കാഡ്മിയം സൾഫർ ഇസ് വെരി എഫക്റ്റീവ് മെഡിസിൻ. ദെൻ ഈ ബെൽസ് പാൾസ് പോലെ താഴോട്ട് വന്നിട്ട് ക്യാൻസറിലോ ഒരു പ്രൊലോങ്ഡ് അലൂമിനിയം പോയിസണിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസീസിന്റെ ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ള ആദ്യം തുടങ്ങുന്ന ഡ്രൈനസ് ഫോമിഗേഷൻ എന്ന് വെച്ചാല് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഫുഡ് ഇറങ്ങിപ്പോകാതെ ത്രോട്ടയിൽ ഇരുന്നിട്ട് കക്കിക്കളയേണ്ടി വരും, വെള്ളം കുടിച്ചാലും ഇറങ്ങത്തില്ല. അപ്പൊ ആ ഡീഗ്ലൂട്ടേറ്ററി റിഫ്ലക്സ് ലോസ് ചെയ്യുമ്പം അത് റീഗെയിൻ ചെയ്യാൻ ഈ കാഡ്മിയം സൾഫേറ്റ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ട്. അതിനുപരി അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു പാരാലിസിസ്, കൺസ്ട്രക്റ്റീവ് ഫീലിംഗ് ഉണ്ടായിട്ട് ഡിസ്പേജിയ ക്രിയേറ്റ് ചെയ്താലും, അതിന് മോഡേൺ മെഡിസിനിൽ സാധാരണ കണ്ടുവരുന്ന സർജൻ ഒരു പങ്ക്ചർ ഉണ്ടാക്കി ത്രോട്ടിന്റെ മുകളിൽ ഇട്ടിട്ട് ഒരു ട്യൂബ് കടത്തുക. അപ്പൊ ആ ട്യൂബ് കടത്തേണ്ട അത്രയും സ്റ്റെനോസിസ് വന്നിട്ടുള്ള ഒരു പേഷ്യന്റ് ട്യൂബ് കടത്താൻ അത് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഭാഗ്യമായിരിക്കും. കാഡ്മിയം സൾഫർ കൊടുത്താൽ മതിയായിരിക്കും.
അത് ഗ്രാജുവലി 3 months കൊണ്ട് റീഗെയിൻ ചെയ്ത് വെള്ളം കുടിക്കാൻ പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റും. അത്തരം കേസസ് നമുക്കുണ്ട്. ഇപ്പോഴും ഞാൻ കാഠിന്യ സ്ഥലത്തിന് 0.3 തുടങ്ങി, ഇപ്പൊ 0.30. വണ്ണമൊന്നും ഞാൻ കൊടുത്തില്ല, കാര്യം പേഷ്യന്റ് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. അയാളിപ്പം കടല പുഴുങ്ങിയൊക്കെ ചുവച്ച് തിന്നും, ഇഡ്ഡലി തിന്നും. പിന്നെ നമ്മൾ മാറണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ കൊടുക്കുക. Dysphagia, swallowing difficulty due to the structural contraction or paralysis of the throat muscle due to any cancerous inflammation or any radiation ailments or any chemo ailments or with a history of cadmium maintaining cause, which we talk about the first time. ഇതിന്റെ കൂടെ എന്താണ്, എല്ലാ വൊമിറ്റിങ്ങും കണ്ടില്ലായിരിക്കും, ബ്ലാക്കിഷ് ആയിരിക്കും, കോപ്പി ഗ്രൗണ്ട് ആയിരിക്കും, അതിന്റെ കൂടെ പെയിന്റിങ് ഉണ്ടാകും, ക്യാൻസർ കെസക്സിയ ഉണ്ടാകും, കോൾഡ് സെറ്റ് ഉണ്ടാകും, വീക്ക്നെസ്. ഇപ്പൊ ഇതെല്ലാം കൂടെ വരുന്ന ഒരു കണ്ടീഷനിലൊക്കെ നമുക്ക് നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ബാസിലർ സൈക്കോസിസ്, അസറ്റാനിഡിയം, കാഡ്മിയം സൾഫ് ഒക്കെയാണ് നമ്മുടെ കയ്യിലുള്ള വലിയ വലിയ ആയുധങ്ങൾ. നമുക്ക് അതിനകത്ത് വളരെ കോസ്റ്റ്ലി പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് കൊടുക്കാവുന്ന ഒരു കാര്യം. അത്രയും റിസൾട്ട് ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ചാർജ് ചെയ്യാം, അത്രയും റിസൾട്ട് കിട്ടും, അത്രയും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഒരു ത്രോട്ട് പഞ്ചറൊക്കെ ഇടുന്ന ഒരവസ്ഥ എന്നാൽ പേഷ്യന്റ് സർവൈവ് ചെയ്യിക്കുക എത്ര രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്, എത്ര നന്മ കിട്ടുന്ന ഒരു കാര്യമാണ് ഡോക്ടർക്ക്. അപ്പം ഈ കാഡ്മിയ സൾഫിനെ പറ്റി എല്ലാവരും പഠിക്കണം, വരുത്തണം, ഉപയോഗിക്കണം, നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിന്റെ കൂടെ ഒരു പടി കൂടെ താഴോട്ട് ഇറങ്ങിയാൽ എന്തായിരിക്കും, ഡിസ്ലെക്സിയ വരും, വാക്കിങ്ങിനുള്ള കപ്പാസിറ്റി പോവും, സംസാരശേഷി പോവും. അപ്പം അഡ്വാൻസ്ഡ് ആയിട്ട് ഇതൊക്കെ വരാമെന്ന് പറഞ്ഞിരിക്കുമ്പോ ഇതൊക്കെ വരാം, അത് വരാതിരിക്കാൻ ഞാൻ നോക്കാമെന്ന് പറഞ്ഞാൽ നമ്മളോട് വിശ്വസ്തത പുലർത്തുന്ന ഒരു മെഡിസിൻ ആയിരിക്കും കാഡ്മിയം സൾഫ്. നമ്മളത് കൊടുക്കുകയാണ്. ഇതിന്റെ ഒരു ഫീവർ സിംറ്റം ഉണ്ട്. അപ്പം സാധാരണഗതിയിൽ ഒരു CA പേഷ്യന്റിന്റെ ഒരു സിവിയർ പതോളയിൽ നമ്മൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ ഒരു ഫീവർ വരാം. ഇപ്പൊ ഫീവർ വന്നാല് മാലിഗ്നന്റ് ഫീവറിന്റെ കൂട്ടത്തിലാണ് കാഡ്മിയം സൾഫിന്റെ ഫീവർ. കാഡ്മിയം സൾഫിന്റെ ഫീവർ എന്ന് പറഞ്ഞാൽ സൾഫറിന്റെ ഫീവർ, ഫ്ലഷിങ് ഉണ്ടാകും, ചില്ലിയാണ്, അതിന്റെ കൂടെ കോൾഡ് സ്വെറ്റ് ഉണ്ടാകും, പക്ഷെ പേഷ്യന്റ് പുതയ്ക്കും. കോപ്പി ഗ്രൗണ്ട് വൊമിറ്റിംഗ് ഫീവറിൽ വേണമെന്നില്ല, പതോളജി ഇല്ലെങ്കിൽ. പക്ഷെ കോൺസ്റ്റന്റ് ചേർത്ത് പ്രിക്ക്, നഖം ഇങ്ങനെ പിടിച്ച് അത് റെയർ പെക്കൂലർ സിൻഡമാ, നമ്മുടെ സിനായുടെ തുപ്പൽ പോലെ. പിന്നെ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ക്യാൻസറിൽ പേഷ്യന്റ് പറയും, നിങ്ങൾ എനിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, നിങ്ങൾ എന്നെ വിട്ടേക്ക്, ഞാനങ്ങ് മരിച്ചോട്ടെ, എനിക്ക് ഒത്തിരി സന്തോഷമാണ്, അതുകൊണ്ട് നിങ്ങളാരും എന്നെ പറ്റി ബോർ ചെയ്യണ്ട, പ്ലീസ് പ്ലീസ്, ഇനി എനിക്ക് ആശുപത്രിയിലൊന്നും പോകണ്ട, എന്നെ ICUലൊന്നും ആക്കണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ യാചിച്ച് കരയുമെന്നാ പറയുന്നത്. ഡോണ്ട് സ്പീക്ക് ടു മീ, ഡോണ്ട് ബോദർ അബൌട്ട് മീ, ലെറ്റ് മീ ഡൈ ഇൻ പീസ്. ആ ഒരു ഡയലോഗ്സ് കിട്ടുവാണെങ്കിൽ കാഡ്മിയം സൾഫ് അത്ഭുതങ്ങൾ ഉണ്ടാക്കുമെന്നാ പറയുന്നത്. അപ്പൊ ആ അത്ഭുതത്തിന് വേണ്ടി നിങ്ങളൊക്കെ കാത്തിരിക്കുക, നിങ്ങളുടെ കൈ കൊണ്ടുമൊക്കെ അത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ഒരു കൊച്ചു ടേബിളിൽ നിന്ന് ഒരു അത്ഭുതമായ റിസൾട്ടും ഒരു അപ്രീസിയേഷനും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അത്രയും വിലപ്പെട്ട, നമുക്ക് സെയിം ഗ്രൂപ്പിൽ പെടുത്താവുന്ന ഒരു വലിയ വിലപ്പെട്ട മരുന്നാണ് കാഡ്മിയ ഗ്രൂപ്പിലെ കിങ്ങായ കാഡ്മിയ സൾഫ്. ഈ ഒരു അവസ്ഥയിൽ, ഈ കൊലാപ്സ്ഡ് അവസ്ഥയിൽ നമുക്ക് ചിന്തിക്കാവുന്ന വേറൊരു മെഡിസിനാണ് കാർബോവിച്ച്. കാർബോവിച്ചിനും കോൾഡ് സ്വെറ്റ് ഉണ്ട്, ഫീവർ ഉണ്ട്, കച്ചക്സിയ ഉണ്ട്. വേറൊരു മെഡിസിനാണ് കാംഫർ. അപ്പൊ അതിന്റെ സ്റ്റേജ് വേറെ ആണെങ്കിലും നമ്മൾ ആ രീതിയിലുള്ള കുറെ അക്യൂട്ട് എമർജൻസി മെഡിസിൻസ് കൂട്ടി വെക്കുന്ന കൂട്ടത്തിൽ കാഡ്മിയം സൾഫ് ഫണ്ടമെന്റലി ബേസിക്കലി ഒരു മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി മരുന്ന്. അതിന്റെ പതോളി അത്രയും വിലയുള്ളതാണ്, ഡെപ്ത് ഉള്ളതാണ്, നന്മയുള്ളത്.
പിന്നെന്താ, ഇവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമില്ല. അവരെ എന്നെ ഉപേക്ഷിക്കാൻ പറയുമെങ്കിൽ സോളിറ്റ്യൂഡ് ഭയങ്കര അൺബിയറബിളാണ്, ഭയങ്കരമായിട്ട് അൺബിയറബിളാ. അവരിങ്ങനെ മോളില് ഇപ്പൊ കാഡ്മിയൻ സെൽഫി പറയുന്നത്, ഫെറൂഖ് മാസ്റ്റർ പറയുന്ന, വീട്ടിലിപ്പൊ ദൂരെയുള്ള ഒരു മോള് വന്നു കഴിഞ്ഞാൽ മോളെ ആദ്യം തന്നെ വെക്കുന്ന ഞാൻ എവിടെയെന്ന് പോകുന്നത്. ഇപ്പൊ പോയാലെന്ന് പറഞ്ഞാൽ അവർക്ക് ഛർദിലും കാണത്തില്ല, കുഴപ്പവും കാണത്തില്ല, വിഷമവും കാണത്തില്ല. അവിടെ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമായി. എങ്കിൽ അവർ പറയും എന്നെ ഉപേക്ഷിച്ചേക്ക്. ആ കോൺട്രവേഴ്സറി സിംറ്റംസ് അവിടെ പ്രൊഡോമിനേറ്റ് ചെയ്യും ഡ്യൂ ടു ദി പതറ്റിക് കണ്ടീഷൻ ആൻഡ് ക്യാൻസർ കെപ്സിസ്. പിന്നെ ഇതിന്റെ ഒരു മാനിയാക്കൽ സ്റ്റേജ്, ഒരു ബ്രെയിനിലെ മെറ്റാസ്റ്റേസിസ് ഉണ്ടാകുക, അല്ലെങ്കിൽ ലിവറിലാണെങ്കിൽ ലിവർ എൻസെഫലോപ്പതി ഉണ്ടാകുക, സ്റ്റൊമക്കിലാണെങ്കിൽ ഗാസ്ട്രോ എൻസെഫലോപ്പതി ഉണ്ടാകുക. എൻസെഫലോപ്പതി സ്റ്റേജിന്റെ പ്രത്യേകത എന്ന് കണ്ണ് തുറന്ന് വെച്ചിട്ട് ഇവർ ഉറങ്ങും, കണ്ണടക്കത്തില്ല. അതാണ് കാഡ്മിയൻ സെൽഫ് മറ്റുള്ള നമ്മുടെ കൺവെൻസീവ് മെഡിസിൻസിൽ നിന്ന് ഭിന്നമായ ഒരു കോൾഡ് സ്വെറ്റും ദ പേഷ്യന്റ് സ്ലീപ്പ് വിത്ത് ഓപ്പൺ ഐ. പിന്നെന്താ, സ്ലീപ്പ് അപ്നിയ. ഹോമിയോപ്പതിയിൽ 2 മയാസത്തിൽപ്പെട്ട 2 മെഡിസിനില് സ്ലീപ്പ് അപ്നിയയുടെ ഒരു മരുന്ന് ഏതാ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത്? ഏതാ ഡോക്ടറും അറിയാമേ? നമ്മൾ പഠിച്ചല്ല സ്ലീപ്പ് അപ്നിയക്ക്. രാത്രി ശ്വാസം കിട്ടാതെ എഴുന്നേറ്റിരിക്കും, ഓപ്പൺ എയർ പ്രിഫർ ചെയ്യും, ഭയങ്കര സിവിയർ സ്നോറിങ് കാണും. ചത്തുപോയതാണെന്ന് അറിയാൻ അടുത്ത് കിടക്കുന്ന ആൾ തട്ടി നോക്കുമ്പോഴായിരിക്കും സിങ്ക് ചെയ്ത് വരും. ഒന്ന് എപ്പിസാ സ്ലീപ്പ് അപ്നിയ. അപ്പൊ അതർ മെഡിസിൻ ഈസ് കാഡ്മിയൻ സെൽഫ്. The breeze stop on going to sleep, wake up suffocating after sleep. ഇതെങ്ങനെയാ? കണ്ണ് തുറന്നു കിടക്കും. നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണല്ലോ അത്. പേഷ്യന്റിന്റെ കണ്ണിൽ ബോധം ഉണ്ടാകത്തില്ല, പക്ഷെ കണ്ണിൽ നിന്നിങ്ങനെ ചുടുകണ്ണീര് വന്നോണ്ടിരിക്കും, കണ്ണ് തുറന്നു വെച്ചുറങ്ങും. ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ്പ് ചെയ്യുന്ന, മരിച്ചു പോകുന്നുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകും, ഗ്യാസ്പ് ചെയ്യും, വല്ലപ്പോഴേ ശ്വസിക്കത്തുള്ളൂ, ഭയങ്കര സ്ട്രക്ടറസ് ബ്രീത്തിങ് ആയിരിക്കും. ആ ഒരു പതറ്റിക് ടെർമിനൽ സ്റ്റേജ് ഓഫ് CAയിൽ അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു മെഡിസിനാണ് കാഡ്മിയൻ സെൽഫ്. ദെൻ അബൌട്ട് ഇപ്പം തൊണ്ട പറഞ്ഞു, നാക്കിന്റെ ഡിസ്ലെക്സിയ പറഞ്ഞു. ദെൻ അതിന് അപ്പർ പാർട്ടിലോട്ട് കയറിയാല് നമുക്ക് ഏറ്റവും കൂടുതൽ സൈനസൈറ്റിസിൽ ആക്ട് ചെയ്യുന്ന ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ കഡാവറ സ്മെല്ലിംഗ് ഡിസ്ചാർജ് ആണ് ഒസീനയില്. ക്രോണിക് സൈനസൈറ്റിസ്, സിനാബറീസിനെ വെല്ലുന്ന വിധത്തിലുള്ള ഒഫൻസീവ് സ്മെല്ല് ഉള്ള സൈനസൈറ്റിസിൽ കാഡ്മിയൻ സൾഫ് വളരെ എഫക്റ്റീവ് ആണ്. ദ ഡിസ്ചാർജ് ഈസ് സ്മെല്ലിംഗ് ലൈക്ക് കഡാവറസിലെ കഡാവർ വിത്ത് കാലിബൈക്രോമിക്കത്തിന്റെ ടെൻഷൻ ഇൻ റൂട്ട് ഓഫ് നോസ്, ഹെവിനെസിന്റെ റൂട്ട് ഓഫ് നോസ്. സിനാബറീസിന് ഹെവിനെസിനും ടെൻഷനും പെയിനും കാലിബൈക്രോമിക്കത്തിനും, ഇത് രണ്ടും കൂടെ ഉള്ളതാണ് കാഡ്മിയൻ സെൽഫ്. പിന്നെ കാരീസ് ഓഫ് നേസൽ ബോൺ വിത്ത് അൾസറേഷൻ വിത്ത് CA സൈനസിൽ എഫക്റ്റീവായിട്ട് കൊടുക്കാവുന്ന ഒരു മരുന്ന്. ലിവർ ക്യാൻസറിൽ നമുക്ക് നമ്മുടെ ചെൽഡോണിയോ, കോഡോപ്പയിലോ, നയാഗ്രത്തോടൊട്ടുള്ള നമ്മളുടെ സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള ഹൈപ്പോകോൺട്രിയൽ പെയിൻ മാറുന്നില്ലെങ്കിൽ നമുക്ക് വളരെ സിവിയർ പെയിനിൽ ലെഫ്റ്റ് ഹൈപ്പോകോൺട്രിയം വിത്ത് കോൾഡ് സ്വെറ്റ്. ഇപ്പൊ ലെഫ്റ്റ് ഹൈപ്പോകോൺട്രിയത്തിൽ വേദന വരാണെങ്കിൽ സ്പ്ലീനോമിഗാലി വിത്ത് സ്പ്ലീനൈറ്റിസിൽ വരാം. പിന്നെ അവിടെ ഉള്ള ഒരു ഓർഗൻ ഏതാണ്? നമ്മൾ ലിവർ റൈറ്റ് ആണെങ്കിലും ലെഫ്റ്റ് ലോബ് ഓഫ് ലിവർ ലെഫ്റ്റ് ഹൈപ്പോകോൺട്രിയത്തിലാണ് കുറച്ച്. അപ്പൊ ലിവർ സിറോസിസിലും ക്യാൻസർ ലെവലിലും നമുക്ക് ലെഫ്റ്റ് അപ്പർ പാർട്ട് ടുവേഴ്സ് ദി മീഡിയൽ ലൈൻ ആണെങ്കിൽ നമ്മൾ ഈ ലെഫ്റ്റ് ലോബ് ഓഫ് ലിവറിൽ എഫക്ഷനുള്ള അൾട്രാസൗണ്ടിലൊക്കെ നമുക്ക് കിട്ടുവാണെങ്കിൽ കാഡ്മിയൻ സെൽഫ് വളരെ എഫക്റ്റീവായിട്ട് പെയിൻ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റും. ദെൻ
CA ലങ്ങിലുള്ള കാഡ്മിയം പിന്നെ ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ ചുമച്ചു കഴിഞ്ഞാൽ ബോധം പോകും. വേദന കൊണ്ടല്ല, ആ കൺജഷൻ കൊണ്ട്. ചുമച്ച് 1-2 മാസം ചുമയ്ക്കും, ചിലപ്പോൾ രക്തം ചുക്കും, അല്ലെങ്കിൽ ബ്ലാക്കിഷ് വൊമിറ്റിംഗ് ഉണ്ടാകും. അതിൻ്റെ കൂടെ ലോസ് ഓഫ് കോൺഷ്യസ്നസ്. ഭയങ്കരമായിട്ടുള്ള ആ ഒരു ട്രെമൻഡസ് സ്റ്റേജിൽ ICUയിൽ കിടത്തി ഓക്സിജനും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ചെയ്യുന്ന കാര്യത്തിൽ നമുക്കത് വളരെ കൃത്യമായിട്ട് ചെയ്യുവാണെങ്കിൽ കാഡ്മിയത്തിൽ 1-2-3 ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ചുമയും കുറയും, കോൺഷ്യസ് ലോസ് പിന്നെ ഉണ്ടാകത്തില്ല. അപ്പൊ അത്ര ഹിസ്റ്ററി ഉള്ള ഒരു കേസിൽ ഇനി നിങ്ങളുടെ അപ്പായിക്ക് അങ്ങനെ ഉണ്ടാകത്തില്ല, ഞാൻ അതിനൊരു മരുന്ന് തരുന്നില്ലെന്ന് പറഞ്ഞാൽ അവർ ശ്രദ്ധിച്ചിരിക്കും. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ശ്രദ്ധിച്ചിരുന്നിട്ട് പറയും ഡോക്ടർ ആ മരുന്ന് കൊടുത്തതിൽ പിന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ല ഡോക്ടറെ എന്ന് വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് പറയും. ദെൻ നമ്മൾ അഡിക്റ്റഡ് ആയിട്ടുള്ള ക്ലോറിനേഷൻ, അഡിക്റ്റഡ് ആയിട്ടുള്ള അലൂമിനിയം പോയിസണിങ്, അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ, ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ള ജീവിതം, ഇതുപോലെ തന്നെയാണ് എക്സസീവ് യൂസ് ഓഫ് sexual abuse by sexual contact or by masturbation or any pathologic condition with night pollution ഉള്ളവരിൽ എക്സസീവ് സെമൻ ലോസ് കൊണ്ടുള്ള ഇമ്പോർട്ടൻസി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻ ആണ് കാഡ്മിയം സൾഫേറ്റ്. ഇത്രയാണ് ഇന്നത്തെ കാഡ്മിയം ഗ്രൂപ്പിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡി വിവരണവും. ആർക്കെങ്കിലും സംശയമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. അതിനിടയ്ക്ക് ഹാൻഡ് റൈസ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. സെപ്റ്റംബർ 28-ന് നമ്മുടെ 5ാം വർഷത്തിൻ്റെ ആഘോഷ പരിപാടികൾ കൊച്ചിയിൽ താജ് വിവന്തയിൽ വെച്ച് നടക്കുകയാണ്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും ആ ഒരു സംരംഭത്തിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. എല്ലാവരും എത്രയും പെട്ടെന്ന് അത് രജിസ്റ്റർ ചെയ്യണം. 3000 രൂപയാണ് ഓരോരുത്തർക്കും. അത് ആരും താമസിക്കരുത്, എല്ലാവരും തന്നെ ആ ഒരു ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. സാർ പറഞ്ഞു തന്ന കാഡ്മിയം ഗ്രൂപ്പിലുള്ള മെഡിസിൻസിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. നമുക്ക് അധികം സമയം ഇല്ല, ഉള്ള സമയം നമുക്ക് വളരെ പ്രയോജനമുള്ള ഈ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ സാറിനോട് ചോദിക്കണേ. എൻ്റെ അഭിപ്രായത്തിൽ ഈ 9:30-10:30 ഒരു ഡൾ ടൈം ആണെന്ന് തോന്നുന്നു. പലരും ഉറങ്ങുകയും പലരും കുട്ടികളെ പഠിപ്പിക്കുകയൊക്കെ സമയമായതുകൊണ്ട് നമുക്ക് സ്ട്രെങ്തും ഒക്കെ കുറേശ്ശെ ഗ്രാജുവലി കുറയുന്നുണ്ട്. അപ്പം മലയാളം നേരത്തെ ഇംഗ്ലീഷ് അത് കഴിഞ്ഞൊക്കെ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഗുണകരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ. അല്ലേ സാർ, ഇപ്പോൾ ഒരു കുഴപ്പമുള്ളത് യൂട്യൂബിൽ വരുമല്ലോ പിറ്റേ ദിവസം തന്നെ. നമ്മളുടെ ഇത് തന്നെ വരും, അതുകൊണ്ട് അത് കേൾക്കും, ആളുകൾ അത് അതുകൊണ്ട് കേൾക്കും. സൗകര്യം കുറവുള്ളവര് അത് അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ ഉപകാരമുണ്ട് യൂട്യൂബിൽ വരുന്നോണ്ടേ. ശരി ശരി ശരി. അതാണ് നമുക്കിപ്പം ഈ ഇങ്ങനെ ആൾക്കാർ വരുന്നതിന്റെ ഒരു ഇത് കുറഞ്ഞിരിക്കുന്നത്. കുറവുകൾ വരുന്നത് അതുകൊണ്ടാണല്ലേ. അപ്പം എല്ലാവർക്കും പൊതുവെ ഇച്ചിരി ബിസി സമയമാണല്ലോ. അപ്പം എല്ലാവരും ഓർക്കും പിറ്റേ ദിവസം ആണെങ്കിലും നമുക്കിത് അതുപോലെ തന്നെ കിട്ടും. അതുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ എല്ലാവരും ഇച്ചിരി ഒന്ന് സോയായിപ്പൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. തുടങ്ങാൻ ഒരിച്ചിരി അതാ അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഈ കാഡ്മിയമൊക്കെ അത് അത്രയും കേസസ് അത്രയും ഒരു ഈഗർനെസ് ഓഫ് സ്റ്റഡി ഒക്കെ ഉള്ളവരാണല്ലോ ശ്രദ്ധിക്കുന്നത്. അതൊരു കാര്യമാണ്. ചോദിച്ചോട്ടെ, ചോദിച്ചു. അംലോയിഡോസിസ് കേസ് എങ്ങനെയാ സാറേ കൈകാര്യം ചെയ്യുന്നത്? അംലോയിഡോസിസ്, അതായത് ആംലോയിഡ് ഡെപ്പോസിറ്റ്. അത് ഒരു സൈക്കോട്ടിക് മയോസിറ്റിൽപ്പെട്ട ഡിസീസാണ്. അതിന്റെ ലോക്കലൈസേഷൻ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് തയോസിനാമിന് ഹൈപ്പൊട്ടൻസ് കൊടുക്കാം, കാഴ്സിനോസിൻ കൊടുക്കാം. പിന്നെ നമുക്ക് ആ ഗ്രൂപ്പില്
വരാവുന്നത് നാട്രൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ നാട്രയുടെ വരും. നാട്രൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ പുതക്കത്തില്ല, നാട്രൻ മോറിന്റെ വറീസ് കാണും, സൈലന്റ് മെമ്പർ ആയിരിക്കും, കൺസലേഷൻ അഗ്രവേഷൻ ആയിരിക്കും, VP ചെയ്യത്തില്ല, റിസർവ്ഡ് പേഴ്സണാലിറ്റി ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള നാട്രത്തിന്റെ ഗ്രൂപ്പിൽ പെട്ടതാണ് കേസെങ്കിൽ നാട്രയുടെ നല്ലത്. ഒരു ഫോസ്ഫറസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള ആളാ. എന്ന് വെച്ചാൽ പൊക്കമുണ്ട്, വണ്ണം കുറഞ്ഞ്, അതാണോ? അതെ അതെ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആരോടും അങ്ങനെ പിണങ്ങില്ല, ഉം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ആള്, എല്ലാവർക്കും വലിയ ഉപകാരിയാണ്. ആഴ്സനിക് അയോഡൈഡ് കൊടുക്കണം ഡോക്ടർ. ആഴ്സനിക് അയോഡൈഡ് ലോ പൊട്ടൻസി തൊട്ട് തുടങ്ങും. ഒരു ട്യൂബർക്കുലിൻ 2 എണ്ണം കൊടുക്കുക. പിന്നെ അയോഡൈഡ് വരുമ്പോ ഇത് വരുമല്ലോ, സൈക്കോട്ടിസം വരും, ഗ്ലാൻഡുലാർ വരും, മ്യൂക്കസ് ഔട്ട്ലെറ്റ് ഡിസ്ചാർജ് വരും. അതൊന്ന് ട്രൈ ചെയ്തിട്ട് അതിന്റെ പ്രോഗ്രസ് ഒന്ന് ഡോക്ടർ പറയൂ കേട്ടോ. ആഴ്സനിക് അയോഡൈഡ് 30 മതിയോ കൊടുത്തിട്ടുണ്ട്. അല്ലേ? അല്ല, ആഴ്സനിക് അയോഡൈഡ് 3x ട്യൂബർക്കുലിനും 1 കൊടുക്കുക. എന്നിട്ട് ഡോക്ടർക്ക് ഫോസ്ഫറസിന്റെ ഫിയറും ആങ്സൈറ്റി, അതിന്റെ ക്രേവിങ്സും, അത് പുതച്ച് കിടക്കും, തണുത്തതേ കഴിക്കത്തുള്ളൂ. അതാണ് അതിന്റെ ഒരു നേച്ചർ. ഇപ്പൊ റൈറ്റ് സൈഡ് വെച്ച് കിടക്കാൻ, ലെഫ്റ്റ് സൈഡ് വെച്ച് കിടക്കത്തില്ല, റൈറ്റ് സൈഡ് കംഫർട്ട് ആയിരിക്കും. പിന്നെ ഈ മറ്റേ അസിഡിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒത്തിരി മരുന്ന് കഴിക്കുന്നവരാ, മെഡിസിൻ കഴിക്കുന്നവരാ. അപ്പൊ അതിനകത്ത് നമുക്കിത് കൊടുക്കാമല്ലോ. അപ്പൊ ഞാൻ ഡോക്ടർക്ക് കേട്ടപ്പോൾ സംശയിച്ചു. അപ്പൊ ഗാർഡിയൻ സൾഫസ് 30 കൊടുക്കും ട്വൈസ് ഡെയിലി. നല്ലതായിരിക്കും. എന്നിട്ട് അതിന്റെ റിസൾട്ട് നോക്കും. ഇമ്പ്രൂവ് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് ക്യൂർ ഉണ്ടാകണം. ഓക്കെ ഓക്കെ, താങ്ക് യു. നന്ദി സാർ ഡോക്ടറെ. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? ഹാൻഡ് റൈസ് ചെയ്യണേ. ഷേണായി ഡോക്ടർ ഉണ്ടല്ലോ. ഷേണായി ഡോക്ടർ മ്യൂട്ട് ചെയ്തിരിക്കല്ലേ? അല്ല, അൺമ്യൂട്ട് ആക്കാം. MA ഷേണായി ഉണ്ടല്ലോ. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ ഷേണായി ഡോക്ടറെ? ഷേണായി ഡോക്ടറെ എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ, ഉണ്ട്. ഷേണായി ഡോക്ടർ MA. ഷേണായി ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യണേ. ഷേണായി ഡോക്ടർ. അല്ല, മറിയമ്മ ഡോക്ടറെ, ഇവരോട് ചോദിക്കേണ്ടത്, നമ്മളുടെ ഇങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റെയർ മെഡിസിന്റെ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ആക്ഷൻ പറ്റിയാണോ ഇവർക്ക് ഇഷ്ടം, അതോ പഴയ കുറച്ച് പേരുണ്ടല്ലോ, ഓരോ കേസ് പ്രസന്റേഷനോ അല്ലെങ്കിൽ കേസ് സ്റ്റഡി, ഇപ്പൊ ആർത്രൈറ്റിസ്, അങ്ങനെ ആയിരിക്കുമോ ഡോക്ടർമാർക്ക് ഇഷ്ടം? അതൊന്ന് തിരക്കി പറയണം കേട്ടോ. ഇപ്പൊ ആർക്കെങ്കിലും സാറ് പറഞ്ഞതിന്റെ ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ജയലളിത ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടർക്ക് അതിന് ആൻസർ തരാൻ പറ്റുന്ന ഒരു ഡോക്ടറാണ് ജയലളിത ഡോക്ടർ. ജയലളിത ഡോക്ടറുടെ അഭിപ്രായം എന്തുവാ? ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്, ജയലളിത ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കേ. സാർ എന്തെടുത്താലും അത് ഇഷ്ടമാണ്. സാർ എന്ത് പറഞ്ഞാലും ശരിയാണ്. A to Z സാറിനോട് എന്ത് ചോദിച്ചാലും ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, ആ ഒരു നദി കൂടി ഇങ്ങനെ വെള്ളം പോണ പോലെ സാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അത് എന്തെടുത്താലും സന്തോഷമുള്ളൂ, വളരെ സന്തോഷം. ഇന്നെടുത്ത ക്ലാസ് ആയാലും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. കോഫി ഗ്രൗണ്ട് സെഡിമെന്റ്, വോമിറ്റിങ്, അങ്ങനെയൊക്കെ CS സ്റ്റൊമക്ക്, ഇങ്ങനെയൊക്കെയാണ് അത് കേട്ടേക്കണം. പക്ഷെ ഇന്നിപ്പോ ഇത്രയും കേട്ടപ്പോ ഒത്തിരി ഇഷ്ടമായി. സാർ എങ്ങനെ എടുത്താലും എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് സന്തോഷമുള്ളൂ. എല്ലാം മനസ്സിലാകും, നല്ല കൃത്യമായിട്ട് പറഞ്ഞു തരും. ഓക്കെ സർ. എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, കീമോതെറാപ്പി കഴിഞ്ഞിട്ട് വരുന്ന കോൺസ്റ്റിപ്പേഷന് അല്ലെങ്കിൽ ഇച്ചിങ് ഓഫ് ദ ബോഡി ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ കാഡ്മിയം സൾഫ് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റും. അതിനകത്തൊരു ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ നോക്കേണ്ടത് ഈ മൊഡാലിറ്റി നോക്കണം.
ഓക്കെ സർ. ചൂടുവെള്ളത്തിൽ ഇവര് എക്സ്ട്രീം ചില്ലിയാണ് കാഡ്മിയം. സിസ്റ്റസ് കനാഡൻസിസ്, സൊറൈനം, ആഴ്സനിക് ആൽബ് പോലെയൊക്കെയുള്ള ചില്ലിയാണ്. ആഴ്സനിക് ആൽബത്തിനേക്കാളും ഒക്കെ വലിയ ചില്ലിയാണ്. അപ്പം ഇവര് ചൊറിച്ചിൽ വരുമ്പം അവര് വാം ബാത്ത് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ കാഡ്മിയം ആഴ്സ് കൊടുക്കണം. ഓക്കെ സർ. കോൾഡ് വാഷ് റിലീഫ് ആണെങ്കിൽ സൾഫർ കോൾഡ് വാഷ് റിലീഫ് ആണല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ കാഡ്മിയം സൾഫർ കൊടുക്കണം. ഹീറ്റ് ആൻഡ് കോൾഡ് അതാണ് റിലേഷൻ നോക്കിയിട്ട് കാഡ്മിയം ആഴ്സ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ജനറേഷൻ ട്രീറ്റ്മെന്റ് ജർമ്മൻ ഡോക്ടർമാരും അഡാപ്റ്റ് ചെയ്യുന്നതും ബാനർജി ഗ്രൂപ്പൊക്കെ സക്സസിൽ കൊണ്ടെത്തിക്കുന്നതും ഞങ്ങളുടെ കുറഞ്ഞ അനുഭവങ്ങളും കുറഞ്ഞ കൂട്ടങ്ങളും ആണെങ്കിൽ പോലും ഒരു 10, 60, 70% CAയിലും കോംപ്ലിക്കേറ്റഡ് കേസിലൊക്കെ ഈശ്വര കൃപ കൊണ്ട് ഞങ്ങൾക്ക് സക്സസ് ഉണ്ട്. അതിന്റെ ഫണ്ടമെന്റൽ കാര്യം ഈ മയാസ്മാറ്റിക് സ്റ്റഡി തന്നെയാണ്. ഇപ്പം അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പം ഒരു കാൽക്കേറിയ ഭയങ്കര ചില്ലിയല്ലേ, പാറ്റി, ഫ്ലാപ്പി, ഫെയർ, പിയർ, പെറ്റി. ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഒരു ഗ്ലാൻഡുലർ എഫക്റ്റ് ആണെങ്കിൽ കാൽക്കേറിയ കാർബിനേക്കാളും നല്ല കാൽക്കേറിയയുടെ ഇടാം. അവർക്ക് വരുന്ന ഒരു ഡിസ്ചാർജ് തിക്ക് സ്ലിപ്പർ സൈനസൈറ്റിസ് എന്ന് വരുന്നു, ഇല്ലെങ്കിൽ ലൂക്കോറൽ ഡിസ്ചാർജ് വരുന്നു, അല്ലെങ്കിൽ മെൻസ്ട്രൽ ഡിസ്ചാർജ് വരുന്നു, ഇല്ലെങ്കിൽ അവരുടെ CA സെർവിക്സിൽ നിന്ന് ഒരു പഴുപ്പ് ഭയങ്കരമായിട്ട് വരുന്ന ഒരു ലംബി യെല്ലോയിഷ് ഒഫൻസീവ് തിക്ക്. ആ ഒരു നേച്ചർ എവിടുന്ന് ഏത് ഓർഫേസിൽ, ഈവൻ ഒട്ടോറിയ പോണ് ആണെങ്കിലും, ഈവൻ ടോൺസിലൈറ്റിസ് ആണെങ്കിലും, അല്ലെങ്കിൽ ആപ്തൈസ് അൾസർ ആണെങ്കിലും, ഒരു മൗത്ത് ക്യാൻസറിലാണെങ്കിൽ പോലും നമുക്ക് കാൽക്കേറിയ സൾഫർ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും മാറരുത്. അതിനോട് ചേരുന്ന മയാസ്മാറ്റിക് മെഡിസിൻ കൂട്ടിയിട്ട് ആ സിമിലിമം കണ്ടെത്തണം. 2, 3 മരുന്നുകൾ വരും. ഇപ്പൊ നമ്മള് ഒരു ബോൺ ക്യാൻസറിൽ തന്നെ അതൊരു ടിഷ്യൂവിലാണ് വരണമെങ്കിൽ, ഒരു കാർട്ടിലേജിലാണെങ്കിൽ വരണമെങ്കിൽ, അല്ലെങ്കിൽ ബോണിൽ തന്നെയാണ് വരണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടെൻഡേനിയസ് മസ്കുലർ ടെൻഡനും ബോണും കാർട്ടിലേജും കൂടെ ഉള്ള ഒരു പാർട്ടിലാണെങ്കിൽ അവിടെ ഏറ്റവും എഫക്റ്റ് ചെയ്യണത് സൈലീഷ്യ റൂട്ടയൊക്കെയാണ്. സ്വാഭാവികമായിട്ടും ഇതൊരു നാട്രം ഗ്രൂപ്പ് ആണെങ്കിൽ നാട്രം സിലിക്കേറ്റം വൈനോട്ട്. നമ്മുടെ ചിന്തകൾ പോണത് മനസ്സിലായില്ലേ? ഒരു കാൽക്കേറിയ ഗ്രൂപ്പ് ആണെങ്കിൽ കാൽക്കേറിയ സിലിക്കേറ്റം. അത് കുറെ കൂടെ ഹാർഡൻഡ് ആണ്, കുറെ കൂടെ സ്റ്റോണി ഹാർഡ് ആണ്, കുറെ കൂടെ ഹെറിഡിറ്ററി ഇംബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വൈനോട്ട് കാൽക്കേറിയ സിലി ഫ്ലൂറിക്കാം. മനസ്സിലായില്ലേ? ആ ഒരു കോമ്പിനേഷൻ ഓഫ് മയാസം വിത്ത് മെഡിസിൻ മയാസം, ഡിസീസ് മയാസം, പിന്നെ പേഷ്യന്റ് മയാസം ഒന്നിക്കുന്നത് കണ്ടില്ലേ? അത് പെട്ടെന്ന് ചെയ്യുന്ന കാര്യമല്ല, പക്ഷെ ഈ മെത്തേഡ് ഓഫ് സ്റ്റഡിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മളങ്ങനെ ആലോചിച്ച് നമുക്ക് വരും. ഈയിടെ നമുക്കിടെ എന്റെ മോക്കോന്ന ഒരു കേസാ. ആ കേസിൽ അയാള് കംപ്ലീറ്റ് അയാൾ നാട്ടറുമാണ്. വൈഫ് മരിച്ചു പോയി, റിട്ടയർമെന്റുള്ള ഒരു കൊച്ചുണ്ട്, കൊച്ചിനെ കൊണ്ട് ചികിത്സിക്കുമെന്ന് നമ്മുടെ അടുത്ത്. അപ്പൊ അദ്ദേഹത്തിന് വെയിൽ കൊള്ളാൻ പാടില്ല, തലവേദന വരും ഭയങ്കരമായിട്ട്, സൈനസൈറ്റിസ് ഉണ്ട്, മൂക്കിന്ന് ഓറഞ്ച് കളറില് തിക്ക് മൊളാഷസ് പോലെ ഓറഞ്ച് ചീഞ്ഞ് അതിന്റെ തൊലി പോണത് പോലെ പോണം. അയാൾ പറഞ്ഞ ഡയലോഗ്സ് അതാ. പക്ഷെ അതൊക്കെ വന്നു നാട്രമായി, നാട്രത്തിന്റെ കൂടെ കാറായി, ക്യാൻസർ ഉണ്ടാവുന്ന ഭയങ്കര ഫിയർ ഉണ്ട്, കൊച്ചിനെ പറ്റിയിട്ടുള്ള ആശങ്കയുണ്ട്, ഫിയർ ഓഫ് മിസ്ഫോർച്യൂൺ ഉണ്ട്, ഫിയർ ഉണ്ട്, നൈറ്റ് ഫിയർ ഉണ്ട്, ഒരു ജെന്റിൽമാൻ എന്ന നിലക്ക് ഉള്ളതിനേക്കാൾ ഇരട്ടി ഫിയർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞൊരു സിംറ്റം, അയാൾക്ക് നേരത്തെ കുഴപ്പമില്ലായിരുന്നു, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണെന്ന് ഡയഗ്നോസ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ആംഗിൾ ജോയിന്റില് ഒരു മുഴ വന്നിട്ട് അദ്ദേഹം ലിംബിങ് ഗേറ്റില് ഒക്കിയാ നടക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ശരിക്കും ഒരു ലിംബിങ് ഗേറ്റാ, മുടന്തി നടക്കുക. അദ്ദേഹം അത് അവസാനമാണ് പറഞ്ഞത്, ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഡോക്ടറെ?
അപ്പൊ ഞങ്ങളത് പറയുന്നതിന് മുമ്പ് കണ്ടുപിടിച്ചത് മുഴുവൻ ഏതായിരിക്കും? നാട്രത്തിന്റെ കാർബ്. നാട്രം കാർബിന്റെ എല്ലാ സിംറ്റവും ഉണ്ട്. വേലുകൊണ്ട കോഡും നാട്രം കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. കൽക്കേറിയ കാർബിന്റെ പിയർ ഉണ്ട്. ഡിസ്ചാർജിന് ഓറഞ്ച് മൊളാസസ് പോലുള്ള ഡിസ്ചാർജസ് ഉണ്ട്. പക്ഷേ ഞങ്ങളങ്ങ് ചിന്തിച്ച് ഒന്നുകൂടെ എടുത്ത് വായിക്കാൻ പറഞ്ഞു. നാട്രം കാർബ് വായിച്ചപ്പോ നാട്രം കാർബിന്റെ എക്സ്ട്രിമിറ്റീസ് കിടക്കുക, ആംഗിൾ ജോയിന്റ് ഡീജനറേഷൻ ആൻഡ് പെയിൻ ആൻഡ് സ്വെല്ലിംഗ്. കണ്ടോ? വണ്ടർഫുൾ. അതാ ഞാൻ പറഞ്ഞത്. കാര്യം ആ തിരക്ക് നടക്കലിനകത്ത് ഇത് ഉണ്ടാകണം. അപ്പൊ നമുക്കത് തിരക്കാനുള്ള ഒരു ഇൻഡ്യൂഷൻ വന്ന എന്താ? മയാസത്തിൽ സ്റ്റക്ക് ഓൺ ചെയ്യണമെന്നുണ്ടാ. അപ്പൊ ആ മയാസം സ്റ്റക്ക് ഓൺ ചെയ്ത് വന്ന നാട്രം കാർബിൽ ഇങ്ങനെ ഒരു സിംറ്റം ഉണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ശരിക്കും. പക്ഷെ ആ ബോർക്ക് എടുത്ത് വായിച്ചപ്പോ ബോർക്കില് എഴുതിയിരിക്കുക വെണ്ടക്ക അക്ഷരത്തില്. അതപ്പോ അങ്ങനെ വരുമ്പോ അത് പൊട്ടൻസി കൂടുതൽ കൊടുക്കണ്ടേ? ശരിക്കും നല്ലൊരു ഇത് വരുമ്പോ അല്ലേ? അതെ. ഇപ്പൊ നമ്മള് കൊടുക്കുമ്പോ നാട്രം കാർബ് 200ന്റെ 2 ഡോസ് രാത്രിയും രാവിലെയും കൊടുത്ത് ഞങ്ങൾ PL കൊടുത്തിട്ടിരിക്കുക. നമ്മൾ അതിനകത്ത് വേറെ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അത്രയും കറക്റ്റ് അല്ലേ? അത്രയും മയാസം. എക്സലന്റ്. ഓക്കെ സർ, ടൈം ആയി തോന്നുന്നു. ഓക്കെ. സമയമായി. ശരിക്കും നമുക്ക് നമ്മളോട് തന്നെ ബഹുമാനം തോന്നുന്ന ഒരു കാര്യം അതാ. ഇപ്പൊ മൾട്ടിപ്പിൾ മൈലോമയിലൊക്കെ ഒരു നല്ല കേസ് സക്സസ് ആയത് അവര് തന്നെ വിളിച്ചൊരു ഇന്റർവ്യൂ ചെയ്ത് യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പൊ അത് ഹൈലി എഡ്യൂക്കേറ്റഡ് ഉള്ള ഏരിയ. അപ്പൊ അവരുടെയൊക്കെ നമ്മളുടെ ഈ മയാസം തിരക്കുള്ള യാത്ര, അതിനുള്ള കോമ്പിനേഷനും ഐഡിയൽ ആയിട്ടുള്ള ഒരു പതോളജിയും കൂടെ കമ്പൈൻ ചെയ്യാനുള്ള ഒരു ശ്രമം ഭയങ്കരമായിട്ട് വിജയിക്കുക. അപ്പൊ തിയറി ശരിയാണ്, കോമ്പിനേഷൻ ശരിയാണ്, ബേസിക് നിങ്ങളോടൊക്കെ പറയുമ്പോൾ ഫണ്ടമെന്റൽസും ഉണ്ട്. അതാണ് ശരിക്കും ഒരു ഈശ്വര കൃപ എന്നൊക്കെ പറയുന്നത്. ഹോമിയോപ്പതിയുടെ വണ്ടേഴ്സ്. ഡോക്ടർക്ക് തോന്നുന്നില്ലേ അത്? പിന്നെ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം നല്ല പോലെ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമല്ല ഇങ്ങനെ എത്തുള്ളൂ. എന്തായാലും സമയം കഴിഞ്ഞു. സാറിന് നന്ദി കൂടെ ജയലളിത ഡോക്ടർ പറയണേ. ഓക്കെ മറിയാമ്മ ഡോക്ടറെ. താങ്ക് യു മറിയാമ്മ ഡോക്ടറെ. എന്തായാലും മധുസൂദന സാറിന്റെ ക്ലാസ് എപ്പോഴുണ്ടെങ്കിലും ഞാൻ കേൾക്കാറുണ്ട്. ഒരുപാട് നല്ലോണം നല്ല അസലായിട്ട് നമ്മൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതിൽ മയസംസും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട്, കോൺസ്റ്റിറ്റ്യൂഷനും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു മടിയും ഇല്ലാതെ ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്ന സാറിന് ഒരുപാട് നന്ദി IAPCന്റെ പേരിൽ പറയുന്നു. ഇവിടെ അറ്റൻഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനോടും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നന്ദി ജയലളിത ഡോക്ടറെ. എന്തായാലും കാഡ്മിയം ഗ്രൂപ്പ് മരുന്നുകളുടെ പഠനം വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തന്ന മധു ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി പറയാണ്. മധുസൂദന പണിക്കർ സാറിനെ പോലെ മധുസൂദന പണിക്കർ സാർ മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത്രയും അറിവും ഇത്രയും നമുക്ക് പറഞ്ഞു തരാനുള്ള കഴിവും സാറിന് മാത്രമാണുള്ളത്. നമ്മൾ അതിശയിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ അത് നമുക്കും പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ വലിയ കാര്യമായിരിക്കും. എന്തായാലും സാറ് വീണ്ടും ഇതുപോലുള്ള ക്ലാസ്സുമായിട്ട് വരണം. സാർ എന്തെടുത്താലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, അത് ഞങ്ങൾക്ക് പ്രയോജനം തന്നെയാണ്. സാർ വീണ്ടും ക്ലാസ്സുമായിട്ട് വരണം. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി സെപ്റ്റംബർ 28 എല്ലാവരുടെയും ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. എല്ലാവരും പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നമ്മുടെ 1815 പ്രതിദിന സൂം വെബിനാർ വളരെ വിജയകരമായി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.